ഇപ്പൊ ഇങ്ങനെ കൈ ഓടിക്കുമ്പോ ഇല്ലേ പെർഫെക്റ്റ്. ഈ വണ്ടി ഇനിയിപ്പോ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇവന്റെ പരിപാടി, മനസ്സിലായോ? പോർഷെ കണ്ടപ്പോ വന്നിട്ട് ബെസ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞിട്ട് ആ കളർ ഞാൻ കാണിച്ചു തന്നപ്പോ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ആൾക്കാർ കൂടിയാലേ വീഡിയോയിൽ കാണിക്കാൻ പറ്റാ. കണ്ടില്ലേ? ഇക്കാന്റെ 25,000 രൂപയുടെ വാച്ചാണ് ഇവിടെ. ഇതിങ്ങനെ വരും, ഇത് കണ്ടു വെൽഡിങ്ങുകൾ മുഴുവൻ വിട്ടിരുന്നതാണ് മെട്രോ വണ്ടി എന്ന് പറയുന്നത്. ഈ ഒരു സാധനം നമ്മൾ ചെയ്യാറില്ല ഇവിടെ, പക്ഷെ പ്രതീക്ഷയുടെ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അത് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടില്ല, അത് ഫിറ്റ് ചെയ്തിട്ട് ഇനി അത് ഇത് കണ്ടോ ആ ഗ്രില്ല് വെക്കാനുള്ള ഒരു ക്ലാമ്പ് അഡീഷണൽ ഉണ്ടാക്കി. ഈ വണ്ടി എന്തായാലും മിനിമം കിടക്കുന്നുണ്ട്. അടുത്ത വോൾവോ വന്നിട്ട് മൾട്ടി ഇന്നലെ കാണാത്തൊരു പരിധിവെച്ചാണല്ലോ ഇന്ന് വന്നിട്ടുള്ളത്. ചെറിയ ആർഭാടല്ല, വലിയ ആർഭാടല്ല, ചെറുതായിട്ട്. അതെ അതെ കണ്ടു ഈ സീറ്റിന്റെ ഒരു ഇത് കണ്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്, രാഹുൽ ബോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തന്നെ എറണാകുളത്തേക്ക് പോവാണ്. അവിടെ എത്തുമ്പോഴേക്കും ഉച്ചയാവും. ഈ നിലയ്ക്കാണെങ്കിൽ കാരണം നല്ല ബ്ലോക്കാണ്. അപ്പോൾ എന്താണ് പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പോന്നപ്പോൾ പറഞ്ഞിരുന്നു ഇന്ന് മോൾഡ് ഉണ്ടാക്കും. അപ്പോൾ വരികയാണെങ്കിൽ നമുക്ക് അളവ് നോക്കിയിട്ട് എങ്ങനെയാണ് അത് വെക്കേണ്ടതെന്നുള്ളൊരു കാര്യം നോക്കാം. പിന്നെ മോൾഡ് പുറത്തേക്ക് ഇറങ്ങി വെച്ച് നോക്കിയാലാണ് കറക്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏത് രീതിക്കടെ വേണം എന്നുള്ള സംഭവം നോക്കി കഴിഞ്ഞാലാണ് ഉണ്ടാക്കി കഴിഞ്ഞ് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്ക പറഞ്ഞു സമയം ഉണ്ടെങ്കിൽ വായോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് മോൾഡും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അയ്യോ ജലദോഷം അങ്ങോട്ട് മാറിയിട്ടില്ല ഉണ്ടാക്കുന്നത് നോക്കി അതിൽ വല്ല വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ ഐഡിയ കൂടി ചേർത്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇപ്പം ഞാൻ തൃശ്ശൂർ എത്തിയിട്ടുള്ളൂ. സമയം എനിക്ക് തോന്നുന്നു 10:45 അപ്പോൾ ഇനിയിപ്പോൾ എറണാകുളത്തേക്ക് നേരെ വിടണം. അപ്പോൾ ഇക്കയുടെ വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത്. പിന്നെ ഈ ബുൾജെറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ കുറേ സ്ഥലങ്ങളിലൊക്കെ അത് ആവശ്യങ്ങൾക്ക് വേണ്ടി പോയിരുന്നു. അത് പരിപാടികൾ കഴിഞ്ഞിട്ടില്ല, ഇനി വീണ്ടും പോകാനുണ്ട്. അപ്പോൾ 2-3 സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടി ഇന്നാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോടൊപ്പം അങ്ങനെ 2-3 സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അങ്ങനെ 2-3 കാര്യങ്ങൾ ചെയ്യാണ്ട്. പിന്നെ പോണ വഴിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സീറ്റ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടല്ലോ, ആ സീറ്റ് അടിക്കാൻ കൊടുത്തിട്ടുള്ള കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ സീറ്റ് അടിക്കാൻ കൊടുത്തിട്ടുള്ള കാര്യം ഒന്ന് കയറി നോക്കണം എവിടം വരെ ആയി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഒപ്പം ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. പിന്നെന്താ അങ്ങനെ അല്ലറ ചില്ലറ ഇനിയുണ്ട് കേട്ടോ ഗൈസ്. ഒരു 3-4 കാര്യങ്ങളുണ്ട്. എല്ലാം നമ്മുടെ ഓർമ്മയിൽ അപ്പം നിൽക്കുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ വണ്ടിക്ക് ചെയ്യാനുള്ള മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഉള്ളിൽ ഒരു കോട്ടുകൂടി പെയിൻ്റ് അടിക്കണം, ആ വക കാര്യങ്ങൾ. അതിനിപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യണ കാര്യങ്ങളെന്ന് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് ചെയ്യുകയും ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നേരെ നമ്മൾ തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രയിലാണ് കേട്ടോ ഗൈസ്. നമ്മൾ സാധാരണ എല്ലാ ദിവസവും എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ഒരുവിധം ദിവസങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മളിപ്പോൾ എറണാകുളത്തേക്ക് പോവാണ്. ഇതെന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും തൃശ്ശൂരിൽ നിന്ന് അവിടം വരെ പോയി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ചിലവാണ്. ഇപ്പോൾ 150 കിലോമീറ്റർ ഡെയിലി അപ്പ് ആൻഡ് ഡൗൺ ഓടണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ വണ്ടിയുടെ കാര്യത്തിന് നമ്മൾ തന്നെ അല്ലാണ്ട് വേറെ ആരും പോകില്ലല്ലോ. അപ്പോൾ നമ്മൾ അർജൻറ്റ് കേസുകൾക്ക് എന്തായാലും നമ്മൾ പോയേ പറ്റുള്ളൂ എന്ന് പറയില്ലേ. ഇപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിൽ കിടക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും എന്തിനാടാ നീ അവിടേക്ക് എല്ലാ ദിവസവും പോകണേന്ന്. നമ്മുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ വയ്യാണ്ട് നമ്മൾ ഹോസ്പിറ്റലൊക്കെ കിടക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും പോവില്ലേ, എന്നിട്ട് പോയി വിവരങ്ങൾ അന്വേഷിക്കില്ലേ. അതേപോലെ തന്നെയാണ് നമുക്ക് വണ്ടീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് അതൊക്കെ ഒന്നും കണ്ടില്ലെങ്കിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളും അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ട് വിവരങ്ങൾ അറിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമുക്ക് വണ്ടീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പണിത് ഇങ്ങോട്ട് തരുമ്പോൾ എന്നുള്ളതല്ല, പണിയുമ്പോൾ നമ്മൾ ഒപ്പം കൂടി ഉണ്ടായി നമ്മളുടെ ഐഡിയയിൽ കൂടി അത് പണിതെടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷവും കാര്യങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ അത് ഇക്കേണ്ട ഐഡിയയ്ക്ക് ഫുൾ അങ്ങോട്ട് ചെയ്തോ എന്ന് പറഞ്ഞു പോന്നു കഴിഞ്ഞാലും മോശം വരുമെന്ന് വിചാരിച്ചിട്ടില്ല. നമ്മളുടെ ഐഡിയയും കൂടി അതിനകത്ത് ഉണ്ടെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അയ്യോ അതിങ്ങനെ ചെയ്യായിരുന്നില്ലേ എന്ന് നമുക്ക് അപ്പോൾ അത് ഇതിനും അപ്പോൾ ഇക്കാനെ ചിലപ്പോൾ പറയാണ് ശരി അത് അപ്പോൾ പറയാ അതിന് നന്നായിട്ട് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ പ്രതീക്ഷ പറഞ്ഞ പോലെ ചെയ്യായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ഗുണം കൂടുതൽ കിട്ടില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എന്താ പറയുക ഈ പോണതിൻ്റെ മെയിൻ കാരണം. അപ്പോൾ എന്തായാലും നമുക്ക് പോയി അവിടെ വരെ പോകും. അപ്പോൾ 150 കിലോമീറ്ററിൻ്റെ കേസിലുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കാറായ കാരണം അധികം ഡീസൽ നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പോയിട്ട് വരികയും ചെയ്യാം. പിന്നെ താറിൻ്റെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പറഞ്ഞ വണ്ടി ഒന്നും ക്യാൻസലേഷൻ വന്നിട്ടില്ല, ക്യാൻസലേഷൻ വന്നാൽ നമുക്ക് അതിന് മുന്നേ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്യാൻസലേഷൻ ഇതേവരെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ലോണും കാര്യങ്ങളൊക്കെ ഉള്ളത് കറക്റ്റാക്കി വെച്ചോളൂ നിങ്ങൾ, ആ സമയത്ത് പറഞ്ഞാൽ അപ്പയ്ക്കപ്പോൾ നമുക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോണും കാര്യങ്ങളൊക്കെ എല്ലാം പാസ്സാക്കി വെച്ചിട്ടുണ്ട്. വണ്ടി ഓക്കെ എന്ന് പറഞ്ഞാൽ അപ്പയ്ക്ക് അവരെ പേരിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും.
കമ്പനിയുടെ പേരിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 3 ദിവസത്തിനാണ് അങ്ങോട്ട് ഉള്ളിൽ ബാക്കിയുള്ള രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് തരും. പക്ഷേ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി രജിസ്ട്രേഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്പർ ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്പർ ബുക്ക് ചെയ്യണത് നമ്മളുടെ 40 ഒക്കെ കഴിഞ്ഞു പോയോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 80 അല്ലെങ്കിൽ 90 അങ്ങനെ ഡബിൾ സംഖ്യ ആയിട്ടുള്ളതാണ്. കിട്ടില്ല എന്നുള്ളത് അറിയില്ല. അപ്പോൾ അത് ബുക്കിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ടെമ്പററി രജിസ്ട്രേഷൻ എടുത്ത് അവർ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വണ്ടി കിട്ടിയതിന് ശേഷമാണ് നമുക്ക് നമ്പർ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് ഏതുവരെ ആയിന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ബുക്കിംഗ് അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടി ചെയ്യണം. അപ്പോൾ അത് വണ്ടി വന്നാലാണ് നമ്പർ ബുക്കിങ്ങിൻ്റെ കാര്യം നടക്കുള്ളൂ. അപ്പോൾ അത് അങ്ങനെ. അപ്പോൾ അവർ വിളിക്കുമ്പോൾ ഇനി അടുത്ത ദിവസം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറേ ദിവസമായില്ലേ താറിൻ്റെ അപ്ഡേഷൻ പറഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം കുറേ ആൾക്കാർ ചോദിച്ചു താർ ക്യാൻസൽ ചെയ്തോ, അത് നിങ്ങൾ പറ്റിച്ചതാണോ, താർ ബുക്ക് ചെയ്തിട്ട് ഇനി എടുക്കണില്ലേ. താർ ബുക്ക് ചെയ്ത് അപ്പനെ കിട്ടുന്ന ഒരു സാധനം അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. 4 മാസം അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ 4 മാസം പറഞ്ഞിട്ട് ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ആയ പറഞ്ഞോളൂ, ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റുകളൊക്കെ കറക്റ്റാന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ അവർ പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ അറിയുന്ന ഒരു പയ്യനുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവൻ വീടിൻ്റെ അവിടെ ഉള്ളതാണ്. അപ്പോൾ അവൻ്റെ അടുത്താണ് ഞാൻ കാര്യങ്ങൾ ചോദിക്കാറ്. അപ്പോൾ അവൻ പറയും എന്തെങ്കിലും നിവൃത്തി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രതീക്ഷയായിട്ട് തന്നിട്ടാണ് ചെയ്യുള്ളൂ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല, എത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ നേരെ എറണാകുളത്തേക്ക് പോവാണ്. അപ്പോൾ എനിക്ക് ടൗണിലും ചെറിയ 2-3 ആവശ്യങ്ങളുള്ളത് കൊണ്ട് തന്നെ റൗണ്ട് കൂടിയിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ പോണത്. ഇന്ന് പതിവില്ലാണ്ട് ഗോപ്രോയിലാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യണത്. കാരണം എന്നും ഫോണിലാണ് ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ഫോൺ എടുക്കൽ കൈകാര്യം ചെയ്യലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഗോപ്രോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഫിക്സഡായിട്ട് നമ്മുടെ മിററിന് ഫിറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷനില്ല, സുഖമായിട്ട് ഉപയോഗിച്ച് പോകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യാത്രകളിലൊക്കെ അയ്യോ പെട്ടു, ഈ വഴിക്ക് എടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. എന്തോ ജാഥ പോകുന്നുണ്ട് പെണ്ണുങ്ങളുടെ. അയ്യോ അതിൻ്റെ ഉള്ളിലേക്കാണല്ലോ ദൈവമേ പോണേ. ആകെ ബ്ലോക്കാവും. പെട്ടു ഇതിനിപ്പോൾ രക്ഷയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കണ്ടു അതുപോലെ പറഞ്ഞതിന് എന്തോ ഒരു യാത്ര തുടങ്ങുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊടിയൊക്കെ ഉണ്ട് കയ്യിൽ. ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള സമരം എന്നുള്ളത് അറിയില്ല കേട്ടോ. എന്തായാലും നിറച്ച ആൾക്കാരുകൾ പോകുന്നുണ്ട്. നമുക്ക് ഇതിലിറങ്ങി പോകാം, അതാണ് നല്ലത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പോണ വഴിക്ക് പറയാം കേട്ടോ. എന്തായാലും ഹൈവേയിൽ വണ്ടി ഓടിക്കുമ്പോൾ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെവി വെഹിക്കിൾസ് ഒക്കെ ഒരു വിധമുള്ള വണ്ടികൾ എനിക്ക് തോന്നുന്നു എല്ലാം ഈ ലെഫ്റ്റ് ട്രാക്ക് ചേർന്നിട്ടാണ് പോണത്. റൈറ്റ് ട്രാക്കിൽ കൂടെ പോണ വണ്ടികൾ വളരെ അപൂർവമായി. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി വണ്ടികൾ ഏത് വണ്ടിയാണെങ്കിലും റൈറ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ മെല്ലെ പോവും. മറ്റുള്ള ഒറ്റ വണ്ടിക്ക് പോകാൻ പറ്റാത്ത ഒരു ഇതികൂടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് നന്നായിട്ട്. കാരണം ഞാനിപ്പോൾ അവിടുന്ന് ഇവിടെ വരെ എത്തിക്കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ കുറേ വണ്ടികളൊക്കെ പോകണ്ട, എന്നാലും പകുതിയിലധികം വണ്ടി അപ്പുറത്തെ സൈഡിലേക്കാണ് പോണേ. അത് കാരണം നമുക്കായാലും കുറച്ച് സ്പീഡിൽ പെട്ടെന്ന് പോരാൻ പറ്റും. മറ്റൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ആയിരുന്നല്ലോ. പിന്നെ ട്രാൻസ്പോർട്ട് ബസ്സുകളും കുറേ ലോക്കൽ ബസ്സുകളും മൊത്തം ലെഫ്റ്റ് സൈഡിലേക്ക് പോണേ. പക്ഷെ നമ്മളുടെ ലോങ് സർവീസ് വണ്ടികളുണ്ടല്ലോ, അതേപോലെ സ്വിഫ്റ്റ് പോലത്തെ മറ്റേ വലിയ വണ്ടികൾ, അതൊക്കെ എന്ന് പറയാൻ പറ്റില്ല. ഒരു പരിധി വരെയുള്ള വണ്ടികളൊക്കെ ഈ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിലേക്ക് കേട്ടോ. അവർക്കൊരു മാറ്റമില്ല. അവർ 80-ലും 90-ലും ആ പോണ പോക്ക് എപ്പോഴും റൈറ്റ് സൈഡ് കീപ്പ് ചെയ്തപ്പോൾ ഒരു വണ്ടിക്ക് സൈഡും കൊടുക്കില്ല, ഒരു വണ്ടീനെ കയറ്റി വിടുമില്ല. ഒരു പ്രത്യേക സൈസ് ഡ്രൈവിങ് അവരുടെ മാത്രം കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഞാനത് ഫുള്ള് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു വണ്ടി പോകണുണ്ടോ, ആ വണ്ടി കേരള വണ്ടി ആവില്ല, അല്ലെങ്കിൽ തമിഴ്നാട് വണ്ടി ഒന്നും ആവാൻ ചാൻസ് ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള വണ്ടിക്കാർക്കൊക്കെ ഒരുവിധം ലൈൻ ട്രാഫിക്കിന് 1000 രൂപ വെച്ചിട്ട് ചാർജ് കിട്ടി കഴിയുമ്പോഴേ അവരൊക്കെ പഠിക്കും. ഇത് കിട്ടാത്ത വണ്ടികളാണ് ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ പോവുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ലൈൻ ട്രാഫിക്കിന് കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല. കാരണം പിന്നെ ആയാലും അത് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അത് നല്ലതാണ് കേട്ടോ. കുറേ വണ്ടികൾ ഈ സൈഡ് ചേർന്ന് പോകണമായിട്ട് നമുക്കായാലും സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടമാനം ടൈം എടുക്കുന്നത് ഒരു 1.25 മണിക്കൂർ എടുക്കേണ്ട സംഭവം ഒരു മണിക്കൂറിന് താഴെ അത്ര മതി. അപ്പോൾ ഞാൻ അങ്കമാലി എത്താറായി. നിലവിൽ വലിയ തിരക്ക് എന്ന് പറയാനായിട്ട് ഇല്ല. അപ്പോൾ അത് കാരണം വേഗം ഇങ്ങോട്ടേക്ക് എത്തി, അങ്കമാലി വരെ എത്തി. സാധാരണഗതിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്കമാലി വരെ എത്തണം, അല്ലെങ്കിൽ നമ്മുടെ ചാലക്കുടിയിൽ ആ പാലൊക്കെ പൊളിച്ചിട്ടായിരുന്നു കൊണ്ട് തന്നെ കണ്ടമാനം സമയം എടുക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇപ്പം ആകെ സമയം പോകുന്നത് അങ്കമാലിയിൽ മാത്രമേ ഉള്ളൂ, ചാലക്കുടിയിൽ വലിയ പ്രശ്നമില്ല. അപ്പം ഇനിയിപ്പോൾ നമുക്ക് നേരെ ചാലക്കുടി പാസ് ചെയ്ത് നേരെ ആലുവ എത്തുന്നതിന് മുന്നേ ആണ് നമ്മുടെ സീറ്റ് അടിക്കാൻ കൊടുത്തിട്ടുള്ള. ജസ്റ്റ് അവിടെയും കൂടി ഒന്ന് കയറിയിട്ട് എന്തായി അടിച്ച് തീർന്നോ എന്താണ് എന്നുള്ളതൊക്കെ നോക്കി നമുക്ക് അവിടെ നിന്ന് കയറിയിട്ട് പോകാം.
പിന്നെ അതുപോലെ തന്നെ ഈ സിഗ്നലിന്റെ കേസില്ലേ, നമ്മളിപ്പോൾ ഒരു സിഗ്നല് നമുക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള എല്ലാ സിഗ്നലും നമ്മൾ കറക്റ്റ് സ്പീഡാണ് മെയിൻറ്റെയിൻ ചെയ്ത് വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സിഗ്നലിലും കിട്ടും. സാധാരണഗതിക്ക് ഒരു സിഗ്നലിൽ കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ സിഗ്നലിൽ കിട്ടില്ല. എന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മെയിനായിട്ട് സിഗ്നലുകൾ ഒന്നും കിട്ടിയില്ല. കാരണം ഒരു 10, 8 അങ്ങനെ എഴുതി കാണിക്കുമ്പോൾ 10ന്റെ ഉള്ളിൽ, അവസാനത്തെ 10ന്റെ ഉള്ളിൽ നമ്മൾ എല്ലാ സിഗ്നലുകളും ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, അങ്ങനത്തെ ഒരു പ്രശ്നം വന്നില്ല. സിഗ്നലുകൾ സാധാരണ കണ്ടമാന സമയം പോണതാണ്, ഇതങ്ങനെ പോയില്ല, രക്ഷപ്പെട്ടു. അത് ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ എന്ന് പറയില്ല. ഇന്നിപ്പോൾ വലിയ പ്രശ്നം ഇല്ലാണ്ട് അങ്ങോട്ട് പോകുന്നു. ഇന്നലെ ഞാൻ രാത്രി അങ്ങോട്ട് പോയപ്പോഴാണെങ്കിൽ ഞാൻ പെട്ടെന്ന് എത്തിയായിരുന്നു. ഇതേ പറഞ്ഞ് കണ്ടമാനം ടൈം എടുത്തു, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഞാൻ പെട്ടെന്ന് എത്തിയ പോലെ തോന്നിയത്. കാരണം വേറൊരു സ്വിഫ്റ്റ് വണ്ടി ഉണ്ടായിരുന്നു എൻ്റെ ഒപ്പം. അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ കോമ്പറ്റ് ചെയ്ത് അങ്ങോട്ട് ഇങ്ങനെ പിടിച്ചു പോയതുകൊണ്ട് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് അങ്ങോട്ട് എത്തിയ പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. പിന്നെ കുറച്ച് ദൂരം അങ്ങനെ പോയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് മെല്ലെ പോയതുകൊണ്ട് പെട്ടെന്ന് എത്തിയിട്ടുണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ മൈലേജ് ഇങ്ങനെയുള്ള നല്ല റൂട്ടുകൾ പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീറ്ററിൽ ഒരു 35 ഇപ്പോൾ ആവറേജ്, ഈ ഒരു സാധാരണ തിരക്കും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് കാണിക്കുമ്പോൾ ഒരു 35 വരെ കാണിക്കും കേട്ടോ. ഒരു 30ന്റെ ഉള്ളിലൊക്കെ എന്തായാലും കിട്ടും. പിന്നെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നീറ്റായിട്ട് നോക്കി ഓടിക്കുകയാണെങ്കിൽ 38 വരെയൊക്കെ കാണിക്കുകയാണെങ്കിൽ 32, 35 കിട്ടും. പിന്നെ പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കുകയാണെങ്കിലേ നല്ല മൈലേജാണ്. 40 ഇതിനകത്ത് കാണിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഓടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ മൈലേജിന് വേണ്ടി മാത്രം റോട്ടിൽ ഇതേപോലെ ഒന്നും പോകാൻ പറ്റില്ല. ഏതെങ്കിലും സൈഡ് ചേർന്ന് 40 മൈൽ സ്പീഡിൽ 4ാമത്തെ ഗിയറിൽ 3ാമത്തെ ഗിയറിൽ 1.4 RPM ഇങ്ങനെ പോവുക, അത്ര മാത്രമേ പറ്റുള്ളൂ. ഈ ബ്ലോക്കും കാര്യങ്ങളും ഒന്നും പാടില്ല. ഇത് കണ്ടില്ല, ഇത് നിറച്ചും ബ്ലോക്കാണ്. പിന്നെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഏതെങ്കിലും സൈഡ് ഇങ്ങനെ പിടിക്കും, എന്നിട്ട് ഇങ്ങനെ കയറി അങ്ങനെ പോകും. അതാണ് എൻ്റെ ഒരു പരിപാടി. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കാനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാനയിൽ ചാടി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പെടാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാലും ഞാനിങ്ങനെ സൈഡൊക്കെ ചേർത്ത് ഇങ്ങനെ പോകും കേട്ടോ. സാധാരണ ഗതിക്ക് എൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. വണ്ടി തട്ടും മുട്ടും വലിച്ചൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ സൈഡിൽ കൂടെ കാന ഗ്യാപ്പിൽ കൂടെ അങ്ങനെ കയറി പോകലാണ് എൻ്റെ ഒരു പരിപാടി. അപ്പോൾ സാധാരണ ഗതിക്ക് പോകാൻ പറ്റാറുണ്ട്. പിന്നെ വലിയ കുഴികളൊക്കെ വരുമ്പോൾ ഒന്നും പറ്റാറില്ല. എന്നാൽ കൂടി നമ്മൾ മാക്സിമം ഇങ്ങനെ നോക്കും ഏതിലൊക്കെ പോകാൻ പറ്റും, പോകാനുള്ള ചെറിയ ഗ്യാപ്പ് ഉണ്ടോ എന്നൊക്കെ നോക്കി അതിലൊക്കെ ഇങ്ങനെ കയറ്റി ഇറക്കി കൊണ്ട് പോകട്ടോ. എപ്പോഴും അങ്ങനെ പറ്റില്ല. ഈ സൈഡിൽ നമ്മളുടെ പോലെ തന്നെ കുത്തി കയറ്റി കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നടക്കൊന്നുമില്ല. അല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് അതിലും പോവാം അങ്ങനെ. അല്ലാണ്ട് ഒരു വണ്ടിയുടെ ബാക്കിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടിക്കാൻ അറിയില്ലാത്തവനെ മുന്നിൽ നിൽക്കണമെങ്കിൽ നമുക്ക് പോക്ക് നടക്കില്ല. അപ്പോൾ സൈഡിലൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ മെല്ലെ എടുത്ത് പോകും. ഒറ്റയടിക്ക് പടച്ചു പോകണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങോട്ട് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അങ്കമാലിയിൽ ബ്ലോക്ക് ഇല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ബ്ലോക്കായിട്ട് വണ്ടി നിന്നില്ലെങ്കിലും ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ ട്രാഫിക് ഭയങ്കര ഹെവി ട്രാഫിക്കാണ്. കാരണം വണ്ടി മെല്ലെ നീങ്ങുന്നുള്ളൂ. അല്ലാണ്ട് നല്ല സ്പീഡിൽ അങ്ങോട്ട് പോകാൻ പറ്റണ്ടേ, കഴിഞ്ഞ് നീങ്ങാന്ന് പറയുന്നില്ലേ, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് നിൽക്കണില്ല എന്നുള്ളൂ. സ്പീഡിൽ പോകാനൊന്നും പറ്റില്ല. കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ നമുക്ക്. ഇവിടെയൊക്കെ പണ്ടേ ഫ്ലൈ ഓവർ വരുന്ന സമയം കഴിഞ്ഞു. ഇത് എന്താ ചെയ്യുക, രക്ഷയൊന്നുമില്ല. കാലത്തിനനുസരിച്ച് മാറാത്തത് കേരളം മാത്രമേ ഉള്ളൂ. വേറെ ഒരു സ്ഥലമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. തമിഴ്നാട്ടിൽ ഒരു വികസനം ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോരം വലിയ റോഡുകളും വണ്ടികളൊന്നുമില്ല, വിജനമായ റോഡുകൾ കിടക്കുക. ഒരു 90% റോഡുകൾ അങ്ങനെ. പക്ഷെ നമ്മുടെ കേരളത്തിൽ മാത്രം എങ്ങനെയാണ് വിജനമായിട്ടുള്ള റോഡുകൾ എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ? എല്ലാം ഹെവി ട്രാഫിക്കാണ് എപ്പോഴും. അത് നോക്കിയിട്ട് കാര്യമില്ല. ട്രാഫിക്കിൽ പെട്ടില്ല, കിടക്കേണ്ട വന്നില്ല. ഇനി വേറെ എവിടെയും വലിയ ട്രാഫിക്കിൽ കിടക്കേണ്ട വരില്ല. ആകെ കിടക്കേണ്ട വരുന്ന 2 സ്ഥലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി വലിയ പ്രശ്നമില്ല. ഇനി എയർപോർട്ടിൻ്റെ എവിടെയെങ്കിലും ചെറുതായിട്ടൊരു ഇതുണ്ടായിരിക്കും, അല്ലാണ്ട് വലിയ കാര്യമായിട്ടുള്ളത് ഉണ്ടാവില്ല. ഇങ്ങനെ പോകാൻ പറ്റിയ വേഗം എത്തുന്നു. നമ്മുടെ സീറ്റ് അടിക്കുന്ന ചേട്ടൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. സീറ്റ് എന്തായി അയച്ചു വെച്ചിട്ടൊക്കെ ഉണ്ട്. വെൽഡിങ്ങിൻ്റെ വല്ല ആവശ്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കി നോക്കട്ടെ കേട്ടോ. നമ്മളുടെ സീറ്റ്, ഡ്രൈവിംഗ് സീറ്റ് ഇതാണ് കേട്ടോ. ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടി പേഡ് എങ്ങനെ വല്ല കുഴപ്പമുണ്ടോയെന്ന് നോക്കി. സംഭവം ഇതിന് ഡ്രൈവർ സൈഡ് പ്രശ്നമില്ല അല്ലേ ചേട്ടാ? വെൽഡിങ്ങിൻ്റെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് ഫോം ഇങ്ങനെ തയ്ച്ച് വയ്ക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇതിൻ്റെ കവർ നമ്മുടെ ഇങ്ങനെയാണ് വരിക. ഇവിടെ ചെറിയ പീസ് വരും അല്ലേ? ഇനി ചെറിയ പീസ് വരും. ചെറിയ പീസ് വന്നു കഴിയുമ്പോൾ നമ്മുടെ സീറ്റ് ഇങ്ങനെയാണ് കേട്ടോ നിൽക്കുക. എങ്ങനെ ഇങ്ങനെ ഈ ഒരു മോഡലിന് നിൽക്കും. ഫുള്ള് വർക്ക് കഴിയുമ്പോൾ പിന്നെ അടിയിലത്തേക്കും വെച്ച് കഴിഞ്ഞാൽ അടിപൊളി. പിന്നെ ഈ ഒരു പീസ് പൊന്തി കഴിഞ്ഞാൽ നല്ല ഭംഗി വരും കേട്ടോ. പിന്നെ പക്ഷേ നമ്മളുടെ ഇതിലെന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മോൾ സൈഡ് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഈ കുലിപ്പൊക്കെ വേറെ ഇങ്ങനെ ചെരിഞ്ഞ് വരും.
അല്ലാത്ത കണ്ടീഷനിൽ 2 ഇതിങ്ങനെ വരും. പക്ഷേ നമ്മളുടെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടു വെൽഡിങ്ങുകൾ മുഴുവൻ വിട്ടിരിക്കുകയായിരുന്നു അടിയിൽ. നമ്മുടെ ഈ ലോക്കർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ശരിക്കും അത് തള്ളി താഴത്തേക്ക് പോകേണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ പൊട്ടിയിട്ടുള്ള സാധനങ്ങൾ ഇതേ നമ്മുടെ അവിടെ ഒരു ചേട്ടൻ വെൽഡ് ചെയ്യുന്നുണ്ട്. ഈ കടയുടെ തൊട്ടടുത്ത് തന്നെ വെൽഡിങ് ഉള്ള കാരണം വേറെ എവിടെയും കൊണ്ടുപോകണ്ട. ഇനി ഇതൊന്ന് തട്ടി ലെവൽ ചെയ്ത് കഴിയുമ്പോൾ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ഒരേ വെൽഡിങ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞു. ചേട്ടാ ഇതൊന്നും തുടയ്ക്കാം അല്ലേ നമുക്ക് ഈ പൊടി? അപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ അടുത്ത ദിവസം ഒന്ന് ശരിയാക്കി വെച്ചാൽ മതി. പിന്നെ ഇതിലൊന്നും പോകാനില്ലല്ലോ ചേട്ടാ, ഇത് അങ്ങനെ തന്നെ അടിക്കല്ലേ വേണ്ടു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അടുത്ത ദിവസത്തേക്ക് ശരിയാക്കിയാൽ മതി. പോട്ടെന്നാ ഓക്കെ. അപ്പോൾ ഓരോ ദിവസം ഇവിടെ വരുന്ന സമയത്തേ നമ്മളൊന്ന് കണ്ടു നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇപ്പോൾ അടിയൊക്കെ പൊട്ടിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റി. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുമ്പോൾ നമ്മളിനി പൊട്ടിയുണ്ടോ ഇല്ല, എങ്ങനെയാണ് പൊട്ടിയിരിക്കുന്നത്, ഇനി പൊട്ടിയത് വെൽഡ് ചെയ്താൽ പോവോ, ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് മനസ്സിലായി എങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമില്ലാണ്ടിരിക്കും. ഇതിപ്പോൾ വലിയ പ്രശ്നമാണ്, തുരുമ്പെടുത്ത് വിട്ടിട്ടുള്ളതല്ല, അതിൻ്റെ സീറ്റിങ്ങിൽ ആക്ഷൻ വന്നിട്ട് കമ്പി പൊട്ടിയിട്ടുള്ളതാണ്. ഓരോ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അപ്പോൾ അത് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സ്പോഞ്ച് സൈഡിൽ വെച്ച് അടിക്കണം. അപ്പോൾ അതും ഭംഗിയാവും. അപ്പോൾ എന്തായാലും ആ കാര്യങ്ങൾ അയച്ച കാരണം കയ്യോടെ വന്ന് കണ്ട് മനസ്സിലാക്കി. ഇതാ ഞാൻ പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും നമ്മൾ നിന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ആ സീറ്റ് എത്രത്തോളം പൊട്ടിയിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് ആൾ പറയണേക്കാളും നല്ലത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വന്ന് പോവുക അല്ലെങ്കിൽ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക എന്നുള്ളൊരു ഇത്. ഇനിയിപ്പോൾ സീറ്റ് ആരെങ്കിലും ഇരുന്നു എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാം അടിയിലത്തെ വെൽഡിങ് ആവും വിട്ടുണ്ടാവുക, അതിൻ്റെ സീറ്റിങ്ങിൻ്റെ സെറ്റിങ്സ് ഇങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളും ഓരോ വണ്ടിക്ക് ഓരോ ടൈപ്പാണ്. ഇപ്പോൾ ഇതിനാണെങ്കിൽ അങ്ങനത്തെ അല്ല, സ്പ്രിങ് ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കി മനസ്സിലാക്കിയാൽ ഒരു പ്രാവശ്യമല്ലേ നോക്കി മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എൻ്റെ കാര്യം മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ അടുത്ത ദിവസം മെല്ലെ അടിച്ചു വെച്ചാൽ മതി. അവിടുത്തെ പണി കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ അത് കാരണം പ്രശ്നമില്ല. അപ്പോൾ അടിച്ചു വെക്കട്ടെ, നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്, കൊച്ചി മെട്രോയുടെയാണ്, അല്ലാണ്ട് മറ്റേ KSRTC പോലെ ഓടുന്നൊരു സംഭവമല്ല. എന്നാലും ഇലക്ട്രിക് ബസ് തന്നെയാണ് കേട്ടത്. നല്ല പടപടയൊക്കെ ഉണ്ട്. എന്താ അതിൻ്റെ പേരെന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ. ഇതെന്താണ് പേര്? പോലീസ് ഇവിടെ സ്ഥിരമായി ചെക്കിംഗ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടത്. ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഇന്നും ടിപ്പറുകാരെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഏറ്റവും അധികം പെടുന്ന ഒരാൾക്കാരാണെന്ന് വെച്ചാൽ ടിപ്പറുകാരാണ്. ബസ്സുകാരോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു വണ്ടിക്കാരല്ല. ടിപ്പറിനെ പിടിച്ച് പിഴിഞ്ഞ ഒരു കുരുടുക്കും വേണ്ട. അപ്പോൾ അങ്ങനെ ഇതാണ് മെട്രോ വണ്ടി എന്ന് പറയണത്. ഞാൻ ഗവൺമെൻറ് ബസ് മറ്റേതായിരിക്കും വിചാരിച്ചിട്ട് നിന്ന്. അടിപൊളി ബസ്സാട്ടോ, ചെറിയ ബസ്സാണ്, വലിപ്പൊന്നും വലിയ കാര്യമായിട്ടില്ല. പിന്നെ നല്ല പടപടയൊക്കെ ഉണ്ട്. അപ്പോൾ വലിയെന്ന് പറഞ്ഞാൽ കാറ് ഇപ്പോൾ ഇലക്ട്രിക് ആദ്യം വലിയ എന്ന് പറയില്ല, അതേപോലെ ഈ സാധനം വലിക്കൊന്നും മോശം ഉണ്ടാവില്ല കേട്ടോ, നല്ല പടയാവും. പിന്നെ എന്താ പറയുക, ഈ നിലയ്ക്കുള്ള വണ്ടിയൊക്കെ ഇലക്ട്രിക് ആകുമ്പോൾ ഭയങ്കര ലാഭമാണ് കേട്ടോ. കാരണം 1 ലിറ്റർ ഡീസലും 5 മൈലേജ് കിട്ടുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ ഓടാൻ 20 റുപ്യ 30 റുപ്യൊക്കെ വരുന്നിടത്ത് ഒറ്റ രൂപ വരില്ല. കറണ്ട് റീചാർജ് ചെയ്യാനായിട്ട് ആകെ 1-2 രൂപയ്ക്കല്ലേ വരുള്ളൂ. ഭയങ്കര ലാഭമുള്ളൊരു പരിപാടിയാണ് ഇലക്ട്രിക്. അപ്പം എന്തായാലും ഈ വണ്ടി ആദ്യമായിട്ട് കണ്ടതാണ് സംഭവം. അപ്പോൾ കുറച്ച് നേരം അതിൻ്റെ പിന്നാലെ ഇങ്ങോട്ട് പോകുന്നു. നമുക്ക് ഇവിടെ നിന്നാണ് കേട്ടോ ഇക്കയുടെ അവിടേക്ക് തിരിഞ്ഞു പോകുന്നത്. അതായത് മാളികപ്പുറമല്ല, മാളികപ്പീടിക. മാളികപ്പുറം സിനിമയാണല്ലോ അല്ലേ, ഉണ്ണിമൂന്നല്ലേ. നമുക്ക് പോകേണ്ടതപ്പോൾ മാളികപ്പുറമല്ലല്ലോ, വീണ്ടും തെറ്റിപ്പോയി. മാളികപ്പീടികയിലേക്കാണ്. അപ്പം മാളികപ്പീടിക വഴിക്ക് തിരിയണം. അതിന് റൈറ്റാണ് നമുക്ക് തിരിയേണ്ടത്. ആലുവ എത്തുന്നതിന് തൊട്ട് മുന്നേ. ഇതും ആലുവ തന്നെ പറയാൻ തോന്നുന്നുണ്ട് കേട്ടോ. കറക്റ്റ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. മുനിസിപ്പാലിറ്റി ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞു പോകാം നമുക്ക്. നമ്മൾ ഇക്കയുടെ വർക്ക്ഷോപ്പിൻ്റെ അവിടെ എത്താറായിന്നല്ല, എത്തി. ഭാരത് ബെൻസിൻ്റെ ഷോറൂമും അതുപോലെ തന്നെ ടാറ്റയുടെ ഷോറൂമും കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അവിടെ നിന്ന് ആലുവയിൽ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഗേറ്റാണ്. വലിയ ഗേറ്റ് ഉണ്ട്, അതിൻ്റെ തൊട്ടുപുറത്തൊരു ചെറിയ ഗേറ്റാണ് കേട്ടോ ഇക്കയുടെ വർക്ക്ഷോപ്പ്. ഇക്കയുടെ ഇന്നോവ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പണിക്ക് റെഡി ആയിട്ടുള്ള വണ്ടികൾ ദേ ഇവിടെ കിടക്കുന്നു നിറച്ചു. നമുക്കാണ് ഈ വണ്ടി എവിടെ കൊണ്ടുവരണം ഒരു കാര്യം, അങ്ങനെ മുറിക്ക് പോയി അവിടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ബുൾജറ്റിൻ്റെ ഫാൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് നമുക്ക് ഇടാം. നമുക്ക് പിന്നെ കുഴപ്പമില്ല, പെയിൻറ്റ് തൂടില്ല എന്ന് വിചാരിക്കാം അവിടെ ആവും. അപ്പോൾ അവിടെ കിടക്കട്ടെ. വെയിലുണ്ട് എന്തായാലും, പ്രത്യേകിച്ച് രക്ഷയൊന്നുമില്ല. ഇവിടെ അങ്ങനെ ഒതുങ്ങി കിടക്കട്ടെ. വണ്ടി ഒരു തണലത്ത് ഒതുക്കി നിർത്താമെന്ന് നോക്കിയപ്പോൾ തണലെന്ന് പറഞ്ഞ സംഭവം ഈ ഒരു ഭാഗത്ത് ഒരു സ്ഥലത്തും തണലില്ല. ആകെ ഈ ഷെഡിൻ്റെ ഉള്ളിൽ പെയിൻ്റ് അടിക്കുന്ന സ്ഥലത്തും ആ പെയിൻ്റ് അടിക്കുന്ന ഷെഡും ഈ പെയിൻ്റ് അടിക്കുന്ന ഷെഡും ഉള്ളൂ. ഇവിടെ നമ്മൾ കയറ്റി ഇട്ട് കഴിഞ്ഞാൽ വണ്ടി പെയിൻറ്റ് തുള്ളി ഒരു തവിട് പൊടി ആവുകയും ചെയ്യും. അപ്പോൾ വണ്ടി വെയിലത്തായാലും ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ചുമ വിട്ട് മാറിയിട്ടില്ല കേട്ടോ. അത് കാരണം
എന്താ പറയുക ഒരു തൃപ്തിയായിട്ടില്ല, എന്നാലും ഒരു ശമനായി. പിന്നെ ഇന്ന് വീഡിയോ എടുക്കുന്നത് ഗോപ്രോയിലാണ്. ശബ്ദം ക്ലിയർ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടി പറയണം. കാരണം എൻ്റെ തൊണ്ടവേദന കുറച്ച് കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം സൗണ്ട് എടുത്തിട്ട് പറയണം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും സൗണ്ട് കംപ്ലയിൻറ്റ് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നിലവിൽ നമ്മളുടെ വണ്ടിയുടെ ഇന്നലെ നമ്മൾ കാണിച്ചായിരുന്നു. അതിനും അപ്പുറം വിട്ടിട്ട് ഇപ്പോൾ ഈ സൈഡിൽ പുട്ടിയിട്ട് കഴിഞ്ഞ സ്ഥലങ്ങളിൽ വീണ്ടും ബോഡി കഴിഞ്ഞ് നമ്മളുടെ ക്യാബിനിലേക്ക് പുട്ടി വർക്ക് തുടങ്ങി കേട്ടോ. ക്യാബിനിലേക്ക് പുട്ടി വർക്ക് തുടങ്ങിയെന്ന് പറയാൻ കാരണം നമ്മളുടെ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ പുട്ടി ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു മഞ്ഞ സ്റ്റിക്കർ ഉണ്ടായിരുന്നു, റിഫ്ലക്റ്റീവ് മഞ്ഞ സ്റ്റിക്കർ. അത് പൊളിച്ച് കളഞ്ഞു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ തടിപ്പ് പോലെ നിൽക്കും. കാരണം പഴയ സ്റ്റിക്കർ ഒട്ടിച്ച സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തും പെയിൻറ്റ് വന്നു, ആ സ്റ്റിക്കർ ഇങ്ങനെ തടിച്ച് നിൽക്കുന്ന ടൈപ്പായിരുന്നു. അപ്പോൾ അത് പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കുഴി പോലെയാണ്. അപ്പോൾ അത് നികത്താനായിട്ട് നമ്മൾ നിലവിൽ അവിടെ ഒരു ഇതിട്ടു. പിന്നെ എവിടെയെങ്കിലും നമ്മൾ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ കുഴികളോ പാടുകളോ ഉണ്ടെങ്കിൽ അത് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഉള്ള സ്ഥലങ്ങളിലൊക്കെ പുട്ടി വലിച്ചേക്കാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ ഗോപ്രോയിൽ പിടിക്കുമ്പോൾ വെയിലൊരു വലിയ പ്രശ്നമാണ് ഗൈസ്. വെയിൽ നോക്കി പിടിച്ചില്ലെങ്കിൽ ആൾ കറുത്ത് തവിട്ട് പൊടിയാവുമെന്ന് പറയില്ലേ, അങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ കാറൊക്കെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണോ ഇരിക്കുക ആ ഒരു കണ്ടീഷനിലാണ് കേട്ടോ ഇവിടുത്തെ പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ. പക്ക എന്താ പറയുക, ഒരച്ച് കളഞ്ഞ് ഒരാൾ നിന്ന് കാർമിലൊക്കെ നമ്മളിങ്ങനെ അവിടെ ചെറിയ കുത്തുണ്ടെങ്കിൽ അവിടെ നിന്ന് വരച്ചു, അടുത്ത ചെറിയ കുത്തുണ്ടെങ്കിൽ അവിടെ നിന്ന് വരച്ച് അങ്ങനെ നോക്കി പക്ക ഫുൾ അതേപോലെ ചെറിയ ഡോട്ടുകളുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഭംഗിയായിട്ടാണ് കേട്ടോ ഇത് ചെയ്യണത്. പിന്നെ നമ്മളുടെ ഇവിടുത്തെ ഒരു പീസ് അയച്ചു കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു അത് പ്ലാസ്റ്റർ ചെയ്യാനായിട്ട് കൊണ്ടുപോയിക്കാണ്, ഫൈബർ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടില്ല. അത് ഫിറ്റ് ചെയ്തിട്ട് ഇനി അതുമേ വല്ല ഡോട്ട് ഉണ്ടെങ്കിൽ അതും കൂടി ക്ലിയർ ചെയ്യണം. പിന്നെ നമ്മൾ ഗോപിയേട്ടൻ്റെ അവിടെ വർക്ക്ഷോപ്പിൽ ഉള്ള സമയത്ത് ഈ ഒരു സൈഡ് നമ്മൾ പാച്ച് ചെയ്ത് ചെറുതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു ഞളക്കുണ്ടായിരുന്നു, അപ്പോൾ ആ ഞളക്കം പാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് ചെയ്ത് അതുമ്മ പൊട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടി ബമ്പറിനെ അയച്ചെടുക്കില്ല എന്നല്ലേ പറഞ്ഞവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗ്യാപ്പും സംഭവങ്ങളൊക്കെ ഫില്ല് ചെയ്ത് ഇവിടെ കണ്ടു, ഇവിടെ ചെറിയ ഗ്യാപ്പുണ്ട്, അതൊക്കെ പെർഫെക്റ്റ് ആക്കി ഓരോ സൈഡിൽ നിന്ന് പുട്ടിയിട്ട് ഭംഗിയാക്കുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഫൈബറിൻ്റെ ഒരു പീസാണ്. ഇതൊക്കെ പുട്ടിയിട്ട് നമ്മൾ ഇത് ചെയ്താലും വിളിച്ച വീഴും കേട്ടോ. കാരണം അത് എത്ര നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, അത് ആരും പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോൾ ഇവരിപ്പോൾ ചെയ്യുന്നേക്കാൾ മുന്നേ ഞാൻ പറയണം. കാരണം നമുക്കറിയാം മെറ്റലും ഓക്കെയാണ്, പ്ലാസ്റ്റിക്കും ഓക്കെയാണ്. പക്ഷേ ഇത് റബ്ബർ പോലത്തെ സാധനം. ഇതൊന്നും ഇപ്പോൾ പുട്ടിയിട്ട് കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെറിയ കേസുകളൊക്കെ വരുന്നത് നമ്മുടെ വണ്ടിയിൽ നിന്ന് ചേട്ടൻ പുട്ടി വർക്ക് ക്ലിയറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഈ സൈഡിലും അതേപോലെ തന്നെ സ്റ്റിക്കറുകൾ കീറി കളഞ്ഞിട്ടുള്ള സ്ഥലത്തൊക്കെ ഫുള്ള് പുട്ടിയിട്ടേക്കാണ് കേട്ടോ. ഉള്ളിൽ ചേട്ടാ രണ്ടാം കോട്ട് പെയിൻ്റ് അടിച്ചായിരുന്നു ചേട്ടാ. ആ ഫ്ലോറ് ഒരു കോട്ടുകടി ഗ്രേ അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടിച്ചിട്ടുണ്ടാവില്ല. ഞാൻ നോക്കിയില്ല ഉള്ളിലേക്ക്, അപ്പോൾ ഒന്ന് ഉള്ളിലൊന്ന് കയറി നോക്കട്ടെ. പിന്നെ അതുപോലെ ഇവിടെ നിന്ന് ഒരു കഷ്ണം ഇത് പോകാനുണ്ട് കേട്ടോ ചേട്ടാ. റിഫ്ലക്ടർ ഈ ഒരു പീസ് റിഫ്ലക്ടർ പറിക്കാൻ മറന്നതാണോ കിട്ടാണ്ടാണോ എന്താണെന്ന് അറിയില്ല, അതൊന്ന് കളഞ്ഞോളൂ കേട്ടോ. അപ്പോൾ അതാണ് പിന്നെയുള്ള ബാലൻസ്. ഇനി ഉള്ളിൽ ഒരു കോട്ടുകടി അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കി നോക്കട്ടെ. ഇതാണ് അവൻ പറഞ്ഞ ഇതിൽ ചെറിയ ക്ലാമ്പ് വെൽഡ് ചെയ്ത് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതായത് ഗ്രില്ല് പൊക്കുന്ന ഇത് നമ്മുടെ BS6 ആക്കിയത് കൊണ്ട് തന്നെ ചെറിയ സംഭവം വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അത് തന്നെയാവും മിക്കവാറും വ്യത്യാസം വരുത്തിയിട്ടുള്ളത്. ഇത് കണ്ടോ, ആ ഗ്രില്ല് വെക്കാനുള്ള ഒരു ക്ലാമ്പ് അഡീഷണൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ചെറിയ വെൽഡിങ് ഇത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ വെൽഡിങ്ങിൻ്റെ കേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന സംഭവമുള്ളൂ. കാരണം ബാക്കിയുള്ളതൊക്കെ BS3 നിന്നും BS6 ആക്കുമ്പോൾ ഒരു സാധനം നമ്മൾ വെൽഡ് ചെയ്ത് അഡീഷണൽ കയറ്റേണ്ട ഈ ലോക്ക്, അതായത് ബോണറ്റ് ലോക്കിൻ്റെ ഈ ഒരു സംഭവം മാത്രമാണ് കേട്ടോ നമുക്ക് ചെയ്യാനുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഉള്ളിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കട്ടെ. ഒരു പ്രാവശ്യം പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, രണ്ടാം കോട്ട് അടിച്ചിട്ടില്ല. ഇന്നലെ ഞാൻ കയറി ചവിട്ടിയ ചെരുപ്പിൻ്റെ പാടിനേ ഉള്ളൂ. അപ്പോൾ നിലവിൽ ഒരു കോട്ടുകൂടി അടിക്കണം. അപ്പോൾ ഇന്ന് രാവിലെ അടിക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ നിങ്ങളെല്ലാവരും പറഞ്ഞായിരുന്നു, കുറേ കമൻറ്റുകൾ കണ്ടായിരുന്നു നമ്മുടെ എയറിൻ്റെ ഈ സാധനം അതിൽ നിന്ന് മാറ്റിയിട്ട് ആ സൈഡിലാക്കാമെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെയുള്ള വല്ല ലോക്കൽ വർക്ക്ഷോപ്പിൽ ചോദിച്ചു നോക്കട്ടെ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അവർ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നിലവിൽ ആ സാധനം മാറ്റി അങ്ങോട്ടേക്ക് ആക്കും ചെയ്യും. ആ ചേട്ടനോടെ പെയിൻ്റ് അടിക്കുന്നതുകൊണ്ട് നമുക്കതൊന്ന് എവിടേക്കെങ്കിലും മാറ്റി വെക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടല്ലേ ഉണ്ട്, നമുക്ക് നോക്കി നോക്കാം. ഈ സൈഡ് തുറന്നു കഴിഞ്ഞാലാണ് പറ്റുള്ളൂ. ഈ സൈഡിൽ എന്തായാലും പറ്റുമെന്ന് വിചാരിക്കണം. ചേട്ടാ ചെറുതായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് സാധനം നോക്കാനാണ്. ഇവിടെ സീറ്റിൻ്റെ ഗ്യാപ്പിൽ ഇവിടേക്ക് മാറ്റി വെക്കാമെന്നാണ് കേട്ടോ പറയണത്. ഇവിടെ എങ്ങാണ്ടായിട്ടാണ് ഈ സംഭവം മാറ്റി വെക്കാമെന്ന് പറയണത്. അപ്പോൾ അത് ഇവിടെ നിന്ന് എടുത്ത് അവിടെ നിന്ന് മാറ്റി ഇവിടേക്ക് വെക്കുകയാണെങ്കിൽ സംഭവം ഓക്കെ ആയി. അപ്പോൾ അതൊന്ന് നോക്കി നോക്കട്ടെ, അങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് ഇക്കോട് ചോദിച്ചാൽ ഏതെങ്കിലും ആൾക്കാർ വർക്ക്ഷോപ്പിലേക്ക് വരുമോ, ഇത് മാറ്റി വെച്ച് തരാനായിട്ട് വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ അതും കൂടിയിട്ട് മാറ്റി വെപ്പിക്കണം. ഇവിടെ ഉണ്ട്, ഇക്കോട് നമുക്ക് ചോദിച്ചു നോക്കാൻ പറ്റുമില്ല എന്നുള്ളത്.
വണ്ടി വർക്ക്ഷോപ്പിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ആർക്കും ഈ പറഞ്ഞ് ഓടി നടന്ന് എല്ലായിടത്തേക്കും എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വണ്ടി കിടക്കണമെന്ന് നോക്കി 1 2 3 4 5 6 7 8 9 10 പിന്നെ ആ സൈഡിൽ 11 12 13 14 15 16 17 18 10 25 വണ്ടി എന്തായാലും മിനിമം കിടക്കുന്നുണ്ട്. അടുത്ത വോൾവോ വന്നിട്ട് കേട്ടോ, മൾട്ടി എക്സിൽ കിടക്കണ പറഞ്ഞു. ഇന്നലെ ഇവിടെ വരും കിടക്കുക. അപ്പോൾ 2 വോൾവോയി. അപ്പോൾ അതേപോലെ നിറച്ചും വണ്ടികളാകുമ്പോഴേ ഈ പണിക്കാരെല്ലായിടത്തേക്കും ഓടിയെത്തേണ്ടത്. ഇത് ഇന്നലെ കാണാത്തൊരു ഭാരത് ബെൻസാണല്ലോ ഇന്ന് വന്നിട്ടുള്ളത്. അത് ടിപ്പറാണ് കേട്ടോ. മറ്റേ 12 വീലല്ല, ഇത് എത്ര വീല്, ഇത് 1 വീലുണ്ട്. ആകുമ്പോൾ ഇത് അടിപൊളി ഉണ്ട്. കമ്പനി സ്കൈലൈറ്റ് CB പുത്തൻവണ്ടിയാണ് കേട്ടോ, കടും പുത്തൻ. നമ്മുടെ തൃശ്ശൂർ രജിസ്ട്രേഷനിൽ നിൽക്കണം. എനിക്കൊന്ന് ഭാരത് ബെൻസൊക്കെ കൂടുതലും ഇറങ്ങണത് തൃശ്ശൂർ രജിസ്ട്രേഷൻ വണ്ടികളൊന്നും കേട്ടോ, ഒരുവിധം വണ്ടികളൊക്കെ കൂടുതൽ കാണുന്നത്. അപ്പോൾ അതെന്തോ ഒരു പണിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഇലക്ട്രീഷ്യൻ വർക്കോ എനിക്ക് തോന്നുന്നത് എന്തിട്ടാണോ അതിൻ്റെ പെയിൻറ്റിങ് അല്ല, ഇലക്ട്രീഷ്യൻ ശരിയാണ്. എന്തോ ഒരു ഹോൺ ഫിറ്റിയിലും അതുപോലെ തന്നെ ലൈറ്റ് മേലെ LED അല്ലേ ചേട്ടത്? LED റൗണ്ടിൽ സ്ട്രിപ്പ് ഒട്ടിക്കുകയാണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെ പുറത്ത്. അതായത് നമ്മളൊരു ഫോഗ് ലാമ്പ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു LED കൂടി. ഇതാണ് ഇക്ക പറഞ്ഞത് നമുക്കും വെക്കാം ഇതേപോലത്തെ ലൈറ്റുകൾ ഓരോന്നൊന്നും. അപ്പോൾ ഇങ്ങനൊരു മാല കിട്ടിയ പോലെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വരുമ്പോൾ നിൽക്കും. പിന്നെ അതുപോലെ തന്നെ ഇതേപോലത്തെ ഒരു ബെൻസിൻ്റെ വലിയ അമ്പളും. പക്ഷേ നമ്പർ പ്ലേറ്റ് നമ്മളിങ്ങനെ വെക്കണില്ല, നീളത്തിലുള്ള നമ്പർ പ്ലേറ്റ് വെക്കണം. പിന്നെ ഈ അഡീഷണൽ ഈ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ മേടിച്ച് വെക്കണം. ഇത് നമുക്ക് ആവശ്യമില്ല. കരിമ്പടം ഇപ്പോൾ ഡ്രൈവർമാർക്ക് നിർബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഈ വയർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെയല്ലേ ചേട്ടാ വരിക, ഡയറക്റ്റ് അല്ലാണ്ട് തുളയിട്ടിട്ട് അങ്ങനെയല്ല അല്ലേ, ഇരുമ്പ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിട. അപ്പോൾ നമുക്ക് മറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പ്രശ്നമൊന്നും വരില്ലല്ലോ ഒരു. ഓക്കെ. ഇതിൽ പിന്നെ ഈ ലൈറ്റും അല്ലാണ്ട് വേറെ അഡീഷണൽ ഭംഗിക്ക് വേറെ വല്ല ലൈറ്റുകൾ വന്നിട്ടുണ്ടോ? ഇങ്ങനെ ചെറിയ ആർഭാടില്ല, വലിയ ആർഭാടില്ല, ചെറുതായിട്ട് മാത്രമേ ഉള്ള ഇതുള്ളൂ കേട്ടോ. ഈ വണ്ടിയിലൊക്കെ എവിടെയാണ് ബ്രേക്ക് എന്നുള്ളത് അറിയില്ല. ഹാൻഡ് ബ്രേക്ക് എവിടെയാണെന്ന് അറിയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് നോക്കായിരുന്നു. ഈ വണ്ടിയുടെ എവിടെയാണെന്ന് നോക്കട്ടെ. എൻ്റെ ഈ സൈഡ് ഡോറ് തുറന്നാൽ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതേണ്ട ഇവിടെയാണ് കേട്ടോ. ഈ വണ്ടിയിലൊക്കെ കണ്ടു സുഖമായിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാനുള്ള പൊസിഷൻ ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് എങ്ങനെയെങ്കിലും മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലത്തെ സ്പേസ് ഉണ്ടല്ലോ, ഉള്ളിലത്തെ സ്പേസ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതേ ഇവിടെ ഒരു അടിപൊളി ഒരു കുഷ്യന് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനും അതേപോലെ കിടക്കാനുള്ള ഫുൾ സൗകര്യം കിട്ടും. ഇത് പുത്തൻ വണ്ടിയാണ്, കടും പുത്തൻ വണ്ടിയാണ്. ഇതിൻ്റെ ഇത് കണ്ട കർട്ടനൊക്കെ ഇതേപോലെ കർട്ടനൊക്കെ നമ്മളും ഇടാനും ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വണ്ടി കണ്ടാൽ നമുക്ക് നല്ല ഐഡിയ കിട്ടും. കടും പുത്തൻ വണ്ടി കണ്ടില്ലേ, ഡാഷ്ബോർഡൊക്കെ പുല്ല് പോലത്തെ സംഭവമൊക്കെ ഇട്ട് അതുപോലെ തന്നെ എന്താ പറയുക മൊത്തത്തിൽ ഇൻറ്റീരിയറൊക്കെ ക്ലീൻ പുത്തൻ വണ്ടി ആയാലും ഒന്നും ചെയ്യുന്ന കാര്യങ്ങളായിട്ടില്ല. ഫാൻ അത്യാവശ്യമുള്ള സാധനം കേട്ടോ. അതുപോലെ ക്യാബിനാണെങ്കിൽ ബ്ലാക്ക് കളർ അടിച്ചിട്ടുള്ള കാരണം ബാക്കിലൊരു വീടിൻ്റെ സെറ്റപ്പാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ കണ്ട മൊത്തം ഒരു വീട് സെറ്റപ്പ് എന്ന് പറയില്ലേ, അടിപൊളിയാണ്. അതുപോലെ ഉള്ളിലാണെങ്കിൽ ഫുള്ള് മാറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയിലാണ് വണ്ടി നീങ്ങണം. നമുക്ക് അടിപൊളിയാക്കണം. അപ്പോൾ ഈ ഒരു സംഭവം മാറ്റലാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സംഭവം. പിന്നെ ഇതിൻ്റെ സീറ്റ് ഇത് എയർ സീറ്റാണോ, ഇരിക്കുമ്പോൾ കയറി അതെ കണ്ടു. ഈ സീറ്റിൻ്റെ ഒരു ഇത് കണ്ടോ, ഇങ്ങനത്തെ സീറ്റാണെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ ഇത് എനിക്ക് വലിയ വിലയാവും ഈ സീറ്റിനൊക്കെ. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ നിൽക്കട്ടെ, നമുക്ക് സാധാ പോലത്തെ തന്നെ തൽക്കാലത്തേക്ക് വെച്ച് ഓടിക്കാം. ഇതിൻ്റെ നമ്പർ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മളുടെ 23 എത്രയും കണ്ടല്ലോ, ഇത് 48 28 അങ്ങനെ ഒന്നും കണ്ട. ഇക്കോട് ചോദിച്ചു നോക്കാം ഇനി നമുക്ക് ആ സംഭവം. ബാക്കിയുള്ള വണ്ടിയുടെ ഭാരത് ബെൻസിൻ്റെ ഒക്കെ ഇവിടെയാണല്ലോ ഇരിക്കുന്നത് പുതിയ മോഡലിൽ. അപ്പോൾ നമ്മുടെ അങ്ങനെ ആക്കാൻ പറ്റുമെന്നുള്ളത് ഇക്കോട് ചോദിച്ചു നോക്കുക. ഓഫീസിലുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഇവിടെ വേറൊരു ചെറിയ ഭാരത് ബെൻസ് പെയിൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി. ഇത് കഴിഞ്ഞ ദിവസം പെയിൻ്റ് അടിച്ചുകൊണ്ട് വന്ന പെയിൻറ്റിങ് സംഭവം ഫുള്ള് വലിയ വണ്ടിയാണ്. മൊത്തം പെയിൻറ്റിങ് മാറ്റ് ബ്ലാക്കും വൈറ്റും മാത്രം, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഫുൾ വർക്ക് ഉണ്ടായിരിക്കും കേട്ടോ. എൻജിൻ ഭാഗം കണ്ടോ ഫുള്ള് മാറ്റ് ബ്ലാക്ക് ഇങ്ങനെ അടിക്കുമ്പോഴേ ഒറിജിനാലിറ്റി നല്ല ഒറിജിനാലിറ്റി ആണ്. അത് ഇല്ലാതെ പറയാൻ പറ്റില്ല. നമ്മൾ ഏത് സാധാ വർക്ക്ഷോപ്പിൽ ഇപ്പോൾ നമ്മൾ ഒരു വർക്ക്ഷോപ്പിലല്ലോ ഒരുപാട് വർക്ക്ഷോപ്പിൽ നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എൻജിൻ ഭാഗം അല്ലെങ്കിൽ ചേസ് ഭാഗം ഇങ്ങനെ നീറ്റായിട്ട് ചെയ്യുന്ന വളരെ അപൂർവ സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിനെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് മാറ്റല്ല, ഇത് നല്ല ഗ്ലോസി സാധനം. ഇത് മാറ്റ് അത് ആവശ്യമുള്ള രീതിയിലാണ് എല്ലാം ചെയ്തേക്കണം. അല്ലാണ്ട് ഒരു പെയിൻറ്റ് എടുത്തു അത് തീർക്കാനായിട്ട് എന്നാൽ മാറ്റെന്ന് വെച്ചാൽ എല്ലാം മാറ്റ് അടിച്ചു വിടുക, അല്ലെങ്കിൽ ഗ്ലോസി എന്ന് വെച്ചാൽ എല്ലാം ഗ്ലോസി അടിച്ചു വിടുക, അങ്ങനെയൊന്നും അല്ല കേട്ടോ. അത് കറക്റ്റ് പെർഫെക്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട് അത് തന്നെയാണ്. ആദ്യം ഇവിടെ ഉണ്ടോ നോക്കാം, ഇക്കോട് ചോദിച്ചു നോക്കാൻ കാര്യങ്ങൾ.
ഇക്കനെ ഞാൻ തെരഞ്ഞു മടുത്തായിരുന്നല്ലോ. ഇക്ക എവിടെ പോയായിരുന്നു? അല്ല ഞാനേ ഈ ഗോപ്രോ എടുക്കാൻ പോണെന്ന് പറഞ്ഞല്ല, അപ്പൊ ഞാൻ വിചാരിച്ചത് എടുത്തിട്ട് വന്നില്ല എന്ന് വിചാരിച്ചു. ഞാൻ വണ്ടിയുടെ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, കാണിച്ച് ഇങ്ങനെ തളർന്നു. ഇക്കക്ക് ഈ കാണുന്ന പൊളിച്ച് മാത്രമേ ഉള്ളൂ അല്ലേ, അല്ലാണ്ട് തളർന്നു പോകാല്ലേ? അതിന്റെ പോലെ സ്ട്രോങ് അല്ല ഇക്ക. നമ്മളെ വയസ്സിന് 1 വർഷത്തെ പഴക്കല്ലേ ഉള്ളൂ. എന്തായാലും ഇക്കയുടെ വയസ്സപ്പോ കാര്യം മനസ്സിലായല്ലോ. എൻ്റെ ഒപ്പം തന്നെ കട്ടക്കുണ്ട്, എൻ്റെ ഒപ്പമല്ല എന്നെക്കാളും മുന്നിൽ അല്ലേ. അപ്പോൾ നിലവിൽ ഇക്ക ഞാൻ പറയായിരുന്നു, ഇക്കനെ പുകഴ്ത്തി പറയല്ല. സാധാരണ വർക്ക്ഷോപ്പിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വണ്ടി, ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ പെയിന്റ് അടിയും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. അപ്പോൾ വണ്ടി പുറം പോളിഷിന് ഇങ്ങനെയൊക്കെ പെയിന്റ് അടിക്കും. പക്ഷേ ഈ അകവും കാര്യങ്ങളും അല്ലെങ്കിൽ എഞ്ചിൻ ഭാഗമൊക്കെ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കാണാറില്ല. ചേസ് എന്ന് തന്നെയല്ല, എഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇപ്പം എങ്ങനെയാണ് ഒരു കമ്പനി സാധനത്തിന്റെ പെർഫെക്ഷൻ നിൽക്കുന്നത് അതേപോലെയാണ് മൊത്തത്തിൽ അത് ചെയ്തിട്ടുള്ളത്. അത് ഭംഗിയായിട്ടുണ്ട്. അതേപോലെ നമ്മൾ ചേസൊക്കെ ബ്ലാക്ക് അടിക്കുന്നത് മാറ്റ് ബ്ലാക്കും അല്ല ഗ്ലോസി അല്ല, രണ്ടും മിക്സ് ചെയ്ത് അടിക്കും. അപ്പൊ അതിന്റേതായ വ്യത്യാസം. ഇത് ഗ്ലോസി അല്ല, ഇത് കാണുമ്പോൾ തന്നെ നല്ല അതൊരു മാറ്റും അല്ല ഗ്ലോസി അല്ല, ആ ഒരു രീതിയിലാണ്. പക്ഷെ എന്നാ ഇതിന്റെ കളറല്ല, പക്കാ മാറ്റ് അല്ല. അപ്പൊ അത് കാരണം അതിന്റെ ഒരു ഭംഗിയുണ്ട്. ഈ വണ്ടി എന്തിന്റെ ഫുഡിന്റെ മീഡിയയുടെ വണ്ടി. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ പുട്ടി വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊണ്ടുപോയില്ലേ വിട്ട്. അപ്പോൾ ഇക്ക് എൻ്റെ ഒപ്പം വീണ്ടും വരാൻ സമയമില്ല ഗായ്സ്. 6 GB എടുത്ത് കൊടുക്കട്ടെ, 6 GB കൊടുക്കൂ. ഇക്കനെ വീണ്ടും കുറച്ച് സമയത്തേക്ക് കിട്ടിയിരിക്കുകയാണ്. ഇത് നമ്മളില്ലേ, നമ്മൾ ഫുള്ള് വർക്ക് ചെയ്തിട്ട് ട്രാവലർ ഫുള്ള് ജസ്റ്റ് ചെക്കപ്പിനും കാര്യങ്ങളൊക്കെ. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വർക്ക് ചെയ്തുകൊണ്ട് വണ്ടികൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെക്കപ്പിനും കാര്യങ്ങളൊക്കെ. ഇത് അടിപൊളിയാവണം അല്ലേ ഇത്. ഈ സംഭവം ഇല്ലേക്കാ, ഈ ഒരു കട്ടിങ് ഇത് നാച്ചുറലി വലിയ ടൈപ്പിൽ വേറൊരു സാധനം ഉണ്ട്, ജോബി അട്രാക്ഷൻ. അത് ഇവിടെ ചെയ്യണ്ടോ? എന്ത് വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ ചോദിച്ചിരിക്കാം, നമുക്ക് ഇതേപോലത്തെ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചത്. ഇതുപോലെ ഇതിന് ഒരു കാര്യമില്ല, ഇല്ല. ഇത് വെച്ചിട്ട് ടെമ്പോ ട്രാവലർ നമ്മളെ വണ്ടിക്കുന്നത് പറ്റില്ല അല്ലേ? നമ്മുടെ വണ്ടിയിൽ വെക്കുമ്പോൾ ട്രാക്ക് ലൈറ്റേ പറ്റുള്ളൂ, ഡിമ്മും ബ്രൈറ്റും അടിക്കുന്ന വണ്ടിയുള്ളൂ. ഈ വണ്ടി കണ്ടില്ല. ഇത് ഇക്ക ഇതിന്റെ ഞാൻ കാര്യം കാണിച്ചു തരാം. ഇക്കയുടെ ഇവിടെ പാർക്കിംഗ് ഫ്രീ ആണെന്ന് അറിഞ്ഞിട്ട് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഞാൻ ഗേറ്റിന്റെ അവിടെ നിൽക്കണം നാളെ മുതൽ. ഇത് ബാംഗ്ലൂരിന് വേണ്ടിയാണ്. ഞാൻ ചോദിക്കണതേ, ഇത് ഞാൻ ആ ഗേറ്റിന്റെ അവിടെ എല്ലാ ദിവസവും നിൽക്കണ ഗേറ്റ് മാനായിട്ട് 500 രൂപ പാർക്കിംഗ് ഇക്കറിയണ്ട, അങ്ങനെ ചെയ്യാം. പിന്നെ അതുപോലെ ഇതിന്റെ ഉള്ളിലൊക്കെ നോക്കി ഓരോ സ്പേസ് അല്ലേ, വണ്ടി കയറ്റി വെച്ചു. ഒരു കാറൊക്കെ വേണമെങ്കിൽ ഇതിന്റെ അടിയിലേക്ക് സുഖമായിട്ട് കയറ്റി കൊണ്ടുപോകാനുള്ള സ്ഥലം ഉണ്ടല്ലേ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതല്ലേ ഇവര് കൂടുതലും ഈ പറയുന്നത് പോലെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഒരു കാര്യം പറയാൻ മറന്നു. ഇതിപ്പോ ഈ വണ്ടിയിലൊക്കെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് ഇരിക്കണുണ്ട്. ഞാനേ അഖിലേ നോക്കടാ, ഈ സംഭവം പറ്റും. അതാ ഞാൻ അവിടെ അല്ലേ. നമുക്കപ്പൊ ഇങ്ങനെ വെക്കാനുള്ള ഒരു സോഴ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. ബെഡ് ഇടാൻ പറ്റില്ലെന്നേ. അത് തന്നെയല്ല കമന്റിൽ നമ്മൾ കണ്ടേ, ഞാൻ പറഞ്ഞേ കമന്റില് എല്ലാ കമന്റും വന്നേക്കണ ചേട്ടാ അത് അവിടെ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും എല്ലാ ആൾക്കാരും. അതിന്റെ കണക്ഷൻ പോണത് ഇവിടെ നിന്ന് ഇങ്ങനെയാ. ആ പോണ സാധനം ഇവിടെ വരെ പോകണ്ടല്ലോടാ, അത് നമുക്ക് അവിടെ ഇട്ടിട്ട് കട്ട് ചെയ്തുകൂടെ? ദൂരം കുറയും. എങ്ങനെ? പൈപ്പ് ലേശം കുറയും. ഇവിടെ ഈ സ്പോട്ടിലേക്ക് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതാണ് അതിന്റെ ഹാൻഡ് ബ്രേക്കിന് കണക്ഷൻ. ഇതില് 2 പോണ്ട്. എന്തായാലും ഉണ്ടല്ലോ ഈ ഒരു സാധനം നമ്മൾ ചെയ്യാറില്ല ഇവിടെ, പക്ഷെ പ്രതീക്ഷന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. എന്ത് വന്നാലും പ്രതീക്ഷന് വേണ്ടിയില്ല. എനിക്ക് തന്നെ സ്വന്തം റിസ്ക്. എന്നാലും കുഴപ്പമില്ല, നമുക്കത് ചെയ്യാം. കാരണം വെച്ചാൽ എല്ലാവരും മെസ്സേജ് അയച്ചേക്കണേ ബെഡ് ഇടാൻ പറ്റില്ല എന്ന് പറയുന്നതുകൊണ്ട്. അപ്പൊ നമുക്ക് ആ സാധനം ശരിക്കും ആ പൊസിഷനിൽ എനിക്ക് തോന്നുന്നു ആകെ 2 പൈപ്പ് കട്ട് ചെയ്ത് കൊടുക്കുക, ഇലക്ട്രിക്കിന്റെ ഒരു വയർ വരുന്നത്. ആ സാധനം ഇങ്ങനെ തന്നെ വെച്ച് ഇവിടെ നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ. ബാക്കില് ഡോർ ബെൻഡ് ആയിട്ട് എവിടെ ഡോറ് ബെൻഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണൊക്കെ കയറുന്ന വണ്ടി ആകുമ്പോഴേ JCB ഒക്കെ തള്ളി വിടുകയാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ലോക്ക് ഇടാൻ പറ്റില്ല അല്ലേ? ബെൻഡായി പോയി. ഇത് നമ്മുടെ കൂട്ടുകാരനാട്ടാ. പുള്ളി എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ചങ്കെന്ന് തന്നെ പറയാം. നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിട്ട് എല്ലാ കാര്യവും എന്തിനു വർക്കിന് നമ്മുടെ വരുള്ളൂ. ട്രാവൽസ്, റിലാക്സ് ട്രാവൽസ്, കളമശ്ശേരി ഭയങ്കര ഫേമസാ. ഒരുപാട് വണ്ടി ഉണ്ട്. അപ്പൊ വണ്ടി പണിയാൻ വേണ്ടി വന്നതാണ്. വണ്ടി പണിയാൻ തൊപ്പിയൊക്കെ വെച്ച് പ്രായം ഉണ്ടോ? എന്റെ അത്ര പ്രായമൊക്കെ തന്നെ. ഇത് എന്തിനാ പ്രായം പറയണേ? എനിക്കൊരു സമാധാനത്തിന്. കാരണം എനിക്ക് കഴിഞ്ഞ നിർത്തണ കഴിഞ്ഞോടെ കാണുന്നവർക്ക് എന്റെ പ്രായത്തിലേക്ക് വരണം. അതാണ്. ഇനിയിപ്പോ ഇവനും പ്രായം എന്ന് പറയോ?
എത്ര 21. എന്ത് ബെൻഡാണ് അത്? നിലവില് ഇത് ജാതി ബെൻഡായിട്ട് ഇരിക്കണത് അല്ലേ? ഇത് JCB അങ്ങോട്ട് തള്ളിയപ്പോഴോ അല്ലെങ്കിൽ എങ്ങനെയോ കല്ലടിച്ചിട്ട് അങ്ങോട്ട് നല്ലൊരു ബെൻഡായിട്ട് ഇത് നിവർത്തണം. ഇതിന്റെ ലോക്ക് കണ്ടു, ഈ ലോക്കിലേക്ക് ഇതും വീഴണില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു ലോക്കുണ്ട്, അവിടേക്ക് അതും വീഴണില്ല. അപ്പോൾ ആ രണ്ട് സാധനങ്ങളും ലോക്കും സംഭവങ്ങളൊക്കെ ശരിയാക്കാനായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇക്ക അപ്പം നടക്കട്ടെ എന്നാ, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞ് ശരിയാക്കിക്കോളാം കേട്ടോ. ആയിക്കോട്ടെ. അപ്പോൾ എന്താ പറയുക, ഇക്ക നമ്മുടെ ഒപ്പം ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യാനുള്ളത് ഉണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടി വന്നാ. ഇക്ക ഉള്ളിൽ അതേപോലെ ഉള്ളിൽ രണ്ടാമത് സ്പ്രേ അടിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, പെയിന്റ് വന്നിട്ടുള്ളൂ. ടാങ്കർ ലോറിയിലാണോ? അതാ പറയുക, ടാങ്കർ ലോറിയിലാക്കിക്കോ, ലേശം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ നിലവിൽ നമ്മളുടെ ഉള്ളിലത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിച്ചിട്ടില്ല കേട്ടോ. ആ സംഭവം അടിക്കാൻ പോകണുള്ളൂ. അത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് എന്താ പറയുക മൊത്തത്തിൽ അടിപൊളി ആവുള്ളൂ. ഇപ്പം കനം കുറഞ്ഞിട്ട് ഒരു തോന്നൽ മാത്രം, പെയിൻ്റ് അടിച്ചു എന്നുള്ള തോന്നൽ മാത്രമേ ഉള്ളൂ. കട്ടിയിലായി ഇല്ലെങ്കിൽ വീണ്ടും തുരുമ്പെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊക്കെ അപ്പോൾ ഇക്കയുടെ ഇവിടെ നിന്ന് പണിത് പോയിട്ടുള്ള വണ്ടികളാണ് കേട്ടോ. ഒരുപാട് വണ്ടികൾ ഇവിടെ ട്രാവലർ ഇതിപ്പോൾ ഒരു ചേട്ടൻ വന്ന് കണ്ടില്ലേ, എല്ലാ ആൾക്കാരും വണ്ടികൾ പണിയാനായിട്ട് ട്രാവലർ പോലെയുള്ള സംഭവങ്ങൾ പണിയാനായിട്ട് ഇങ്ങോട്ടേക്ക് വരണം. ഇനിയിപ്പോൾ ഇവർ എന്താ പരിപാടി എന്നുള്ളത് നോക്കട്ടെ, എന്നിട്ട് വേണം. ഞങ്ങൾക്ക് 2-3 സ്ഥലത്ത് പോകാണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് പരിപാടി നോക്കട്ടെ. എല്ലാവർക്കും നല്ല വിശപ്പ്. അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നീങ്ങാന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഒരു ബീഫിൻ്റെ ഒരു പ്രത്യേക സൈസ് കറി വന്നു. അപ്പോൾ ഈ സംഭവം ഞങ്ങൾ കഴിച്ചു. നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ്. പിന്നെ അവിടെ നിന്ന് കഴിച്ച പുട്ട്, ഇതേവരെ ഇങ്ങനത്തെ ഒരു പുട്ട് കഴിച്ചിട്ടില്ല. പുട്ട് പൊതിഞ്ഞു കൊണ്ടുവന്നേക്കായിരുന്നു. പിന്നെ ഒരു ബീഫ് റോസ്റ്റ്, അതും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഗ്രേവി അത് കൊള്ളില്ല. പിന്നെ എന്താ പറയുക, ചിക്കൻ്റെ ലെഗും എല്ലാം അടിപൊളി സാധനങ്ങളായിരുന്നു. പിന്നെ അപ്പം പറഞ്ഞു, പുട്ട് പറഞ്ഞു, എല്ലാ സാധനങ്ങളും ബെസ്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതും കഴിച്ച് എല്ലാ പരിപാടികളും കുറേ പരിപാടികളും ഉണ്ടായിരുന്നു. അതെല്ലാം തീർത്ത് വന്നപ്പോഴേക്കും വിശന്നു. പിന്നെ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ ക്യാമറയുടെ സാധനങ്ങളൊക്കെ നോക്കി പുറത്തിറങ്ങിട്ടോ. ഗൈസ്, പല ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കറങ്ങി അടിച്ച് ഫുഡും കഴിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകണം. നമ്മൾ തിരിച്ച് വീണ്ടും വർക്ക്ഷോപ്പിലേക്ക് തന്നെ വന്നു കേട്ടോ. വണ്ടിയുടെ പണി എന്തൊക്കെയായി എന്നുള്ളത് വീണ്ടും നോക്കാനായിട്ട് ഇക്ക നമുക്ക് പറഞ്ഞു തരാം. ഇന്നത്തെ പരിപാടി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നിലവിൽ ഇന്ന് പുട്ടി വർക്ക് തന്നെയാണ്. ഫുള്ള് പുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തീരുന്നൊരു പണിയല്ലാത്തത് കൊണ്ട് തന്നെ പുട്ടി വർക്ക് ഗംഭീരമായിട്ട് പുട്ടി വർക്കും അതോടൊപ്പം തന്നെ ലൈറ്റ് ഇട്ടുക, അതോടൊപ്പം തന്നെ ഒരിക്കലും കൂടി ചെയ്തു വിട്ടത്. അതേ നോക്കിയാൽ ഈ ഇങ്ങനെ കൈ ഓടിക്കുമ്പോഴില്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫിനിഷിംഗ് ആയി. ഇനിയും എനിക്ക് തോന്നുന്നു കട്ടിയിലുണ്ടായിരിക്കും. കാരണം പെയിൻ്റ് അടിച്ചിറക്കുമ്പോൾ കാറ് പോലെ കിട്ടണ്ട നമുക്ക് ക്യാബിൻ ഇല്ലേക്കാ, കാറ് പോലെ കിട്ടില്ല എന്തായാലും. ഇല്ല, ഇത് നമ്മൾ മറ്റേ ഇത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ റിഫ്ലക്ടർ. ആ റിഫ്ലക്ടർ പൊളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പുട്ടിവിടെയല്ല പൊളിക്കുക. അതുകൊണ്ടിട്ട് അവിടെ പുട്ടിവർക്ക് നന്നായിട്ട് ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് സംഭവം. ഇപ്പൊ ഇങ്ങനെ കൈ ഓടിക്കുമ്പോ ഇല്ലേ പെർഫെക്റ്റ് ആയിട്ടോ, അടിപൊളി. പിന്നില്ലേ മെഷീൻ വെച്ച് കട്ട് ചെയ്തേക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് അടിപൊളിയായി. ഇനി ഇപ്പൊ ക്യാബിന്റെ ശരിക്കും കഴിഞ്ഞോ? അതെ, ഇനിയുണ്ട്, ഇനിയും പരിപാടി ഉണ്ട്. പിന്നെ അതുപോലെ ഫ്രണ്ടിൽ നമ്മളുടെ മറ്റേ സാധനം അവിടെ കൊണ്ടുപോയിട്ടാണ് പറഞ്ഞത്. അത് ഇവിടെ വെച്ചിട്ട് തന്നെയാണോ ഇടുന്നത്? അതിന്റെ നമ്മുടെ ഗ്രില്ലും മറ്റേ ഇവിടെ തന്നെ വെച്ച് ചെയ്യുള്ളൂ അല്ലേ? ഓക്കെ. അതേപോലെ മറ്റേ സംഭവം നമ്മുടെ മോൾഡിൽ നിന്ന് ഇറക്കിയിട്ടില്ല ഇല്ലല്ലോ. കിട്ടൂല. പിന്നെ ഇപ്പൊ ഇതല്ല എൻസി പുട്ടി പറയണത്, ഈ കളർ. അതെ, ഇത് ആ പുട്ടി ഇട്ട് കഴിഞ്ഞ് അതെ ഇനിയിപ്പോ ഇതേപോലെ എൻസി പുട്ടി ഇട്ട് പെയിന്റ് അടിക്കും അല്ലേ? പിന്നെ അപ്പൊ ഈ മിററിന്റെ ഈ സാധനങ്ങളൊക്കെ ഊരണ്ടേ നമുക്ക്? ഇതൊക്കെ ഊരണം. പിന്നെ മോൾഡ് നമ്മൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. മോൾഡ് നാളെ മറ്റന്നാളേക്കൊക്കെ ആയിട്ട് ശരിയാവും അല്ലേ? മോൾഡൊക്കെ ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സാധനങ്ങൾ എടുത്ത് മോൾഡ് അല്ല മറ്റേ ഇതൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊരിയാക്കും. ഇക്കാലത്ത് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇറങ്ങി വരണം. അതെ, ഇവിടുന്ന് മുതൽ അവിടെ വരെ നിൽക്കുകയും വേണം. അപ്പൊ എന്തായാലും അത് പൊരിക്കണം കേട്ടോ, എന്നാലൊരു ഇതുള്ളൂ അല്ലേ? സന്തോഷാക്കണം എനിക്ക്. പൊളിക്കും. അതാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 ദിവസം വയ്യാലും വേണ്ടില്ല, സാധനം പൊളിയാക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇനിയിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടിപ്പണിയൊക്കെ ഒരുവിധം ആയി അല്ലേ? ഇനിയിപ്പോ ഇതൊന്നും വരയ്ക്കാനുണ്ട്. ഈ ഗ്യാപ്പ് ഇങ്ങനെ തന്നെ ഇതാവോ? ഇത് ശരിക്കും അതെ അല്ലേ? അതെനിക്ക് തോന്നുന്നു ഈ ഒരു ബമ്പർ ലേശം ഉള്ളിൽ പോയിട്ടുണ്ട് എവിടെയോ അല്ലേ? അതെ, ഇത് കണ്ടോ ഈ ഒരു ഷേപ്പ്? അതുകൊണ്ടാണ് അത് ചെറിയ പുട്ടിയൊന്ന് ചെറുതായിട്ടൊന്ന് പുട്ടിയിടാം അല്ലേ? അപ്പൊ ഈ സൈഡ് ഉണ്ടോ? ഈ സൈഡ് വലിയ കുഴപ്പമില്ല.
ഈ സൈഡ് പെർഫെക്റ്റാ. ഈ സൈഡ് ഉള്ളിലേക്കാ, അത് പുറത്തും. അപ്പൊ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ അത് പുട്ടിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ തട്ടി ഇനിയിപ്പോ നേരെ ആക്കണമെങ്കിൽ പണി കുറയില്ലേ. അപ്പൊ അത് വേണ്ട, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഈ സ്കേട്ടിന്റെ പരിപാടിയൊക്കെ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോ മോളിൽ നിന്നുള്ളൊരു വർക്ക് തന്നെ മെയിൻ ആയിട്ട് ചെയ്യാറുള്ളൂ. ബാക്കി കഴിഞ്ഞാൽ പെയിന്റിങ് മാത്രമേ ഉള്ളൂ അല്ലേ? അത് ഞാൻ ഇന്ന് പോയിരുന്നു അവിടെ തയ്ച്ചുണ്ട്. തയ്ച്ചുണ്ട്, കുഴപ്പമില്ല. ആള് തയ്ച്ചുണ്ട്. അപ്പൊ ആളോട് ഞാൻ പറയുകയും ചെയ്തു ഇവിടുത്തെ പണി കഴിയുന്നതനുസരിച്ച് കൊണ്ടുപോരെന്ന് പറഞ്ഞു. ഉള്ളിൽ അടിച്ചായിരുന്നു. ഞാൻ ഇക്കോട് ഇന്നലെ പറഞ്ഞില്ലേ ഒരു സാധനം നമ്മൾ മേടിക്കാൻ മറന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഹാൻഡില്. എന്തുട്ടാ നമ്മുടെ ഈ കമ്പി കമ്പി അതിന്റെ കൂടെ നമുക്ക് അടിച്ചോ? ഇല്ല, അത് കുഴപ്പമില്ല. നാളെ അടിച്ചു വെച്ചാൽ മതി, പ്രശ്നമുള്ള ദിവസമല്ലല്ലോ. ഓക്കെ. അപ്പോൾ അത് പിന്നെ നിക്കാം കമ്പി ഇത്. പിന്നെ നമ്മുടെ മറ്റേ കേസ് മാറ്റുന്നത് മറക്കരുത് കേട്ടോ, എയറിന്റെ കാരണം അത് ഈ പറഞ്ഞ പോലെ നമുക്ക് അവിടെ ആകുമ്പോൾ ഒരു തടസ്സാ. എല്ലാ ആൾക്കാരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയെങ്കിലും മാറ്റി കേട്ടോ. കാരണം വെച്ചാൽ യാത്രയിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ. അപ്പൊ പിന്നെ അത് മാറ്റുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അതന്നെ ഞാൻ വിചാരിച്ചു ഇക്കയ്ക്ക് എന്താ കളർ കുറവെന്ന്. ഇവിടുന്ന് ഇങ്ങോട്ട് ലേറ്റ് വന്നപ്പോൾ ഇക്കയ്ക്ക് ആദ്യം വെളുത്ത സുന്ദരനായി. നേരത്തെ ലേശം കറപ്പിലായിരുന്നു. ഇത്ര കളർ വേണ്ട, ഞാൻ ഇവിടെ തന്നെ തിരിഞ്ഞേക്കാം. ഇക്കയ്ക്ക് എത്ര സുന്ദരനാവണ്ട, ഇത്ര മതി. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ കാണുന്ന ആൾക്കാർ ഇക്കയുടെ ചാനൽ ഇതേവരെ കാണാത്ത വല്ല ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ കൂടുതലും ആൾക്കാർ കാണാത്തവരുണ്ടെങ്കിൽ ഇക്കയുടെ ചാനലൊക്കെ കയറി കണ്ടോളാം. ഇക്ക ഇവിടുത്തെ ഭാരത് ബെൻസ് പണിയുന്ന എല്ലാ ഭാരത് ബെൻസ് എന്നല്ല ഇവിടെ പണിയുന്ന ട്രാവലറുകൾ, അതുപോലെ തന്നെ ചെറുവണ്ടികളായാലും ഏത് വണ്ടിയുടെ ആയാലും ഇക്ക എല്ലാ വീഡിയോ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ മറ്റേ നമ്മുടെ യൂട്യൂബിൽ എല്ലാത്തിലും ചെയ്യണുണ്ട്. അപ്പോൾ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇക്കയുടെ ചാനലിൽ കൂടി കയറി നോക്കണം. ഇക്കയുടെ ചാനലിന്റെ പേര് നജീബ് സൈനൂസ്. ലിങ്ക് ഞാൻ അടിയിൽ ഇട്ടിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ അല്ലേ. അത് തന്നെ പഴയ വണ്ടികളൊക്കെ റോട്ടിൽ പോകണം. ഇക്ക പണിത വണ്ടിയാണ് ഇത്. നമ്മൾ ഇത് പണിത് തുടങ്ങിയപ്പോഴാണ് ഇക്കയുടെ ഈ കാണുന്ന എന്ത്. ഞാൻ ഇക്കയുടെ പഴയ വീഡിയോയിൽ ഇപ്പൊ ഇക്ക പണിതിട്ടുള്ള വണ്ടികളാണെന്ന് എനിക്ക് അറിയില്ല. അത് ഇക്ക പണിയപ്പോഴാണ് ഞാൻ അറിയണത്. എന്നിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് അറിയോ, ഫുൾ വീഡിയോസ് എടുത്ത് നോക്കി ഏറ്റവും അടിവരെ പോയി എല്ലാ വീഡിയോ. അപ്പോഴാ കാണുന്നത് ഇത്രയധികം വണ്ടികൾ പണിതുണ്ട്. ഞാൻ നിസാരക്ക് ഇടുന്ന മെയിൻ വീഡിയോകൾ വരുന്നതില്ല, അത് മാത്രമേ കാണാറുള്ളൂ. പക്ഷെ നമുക്കൊരാവശ്യം വന്നപ്പോഴാണ് ഇത്രയധികം വണ്ടി ഇറങ്ങിയിട്ട് ഇത്രയധികം ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ മനസ്സിലായി. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഞാനൊന്നും പറയണ്ട. എന്നാൽ കൂടി നമ്മുടെ ചെറിയ ചെറിയ ഐഡിയക്ക് മാത്രമല്ല എനിക്ക് ഞാൻ പറയാറുള്ളൂ, കൂടുതൽ പറയാറില്ല. നമുക്ക് ഐഡിയകൾ നമുക്ക് വേണമല്ലോ. കാരണം വെച്ചാല് ഓരോരുത്തര് അന്ന് പറയുമ്പോഴാണല്ലോ നമ്മളൊരു വ്യത്യാസം വരുള്ളൂ. നമ്മളെപ്പോഴും ആ ഒരു ലെവലിൽ തന്നെ അതിലൊക്കെ വന്ന് പല പല രീതിയിലുള്ള ഡിസൈനുകളൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ നമുക്കും കൂടി അത് ചെയ്ത് കഴിഞ്ഞാലാണ് അത് മുന്നോട്ട് പോകാം. അതെ, തീർച്ചയായും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേഷൻ ഇല്ലാണ്ട് നിന്ന് കഴിഞ്ഞാൽ വണ്ടി ഫീൽഡിൽ എപ്പോഴും, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തെ ഏതെങ്കിലും മോഡൽ വന്നാൽ അതിനും പുതിയത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കണം. എന്നാലാണ് ആൾക്കാർ നമ്മുടെ അടുത്തേക്കായിട്ട് എത്തുള്ളൂ. ഇപ്പൊ ഭാരത് ബെൻസ് തന്നെ എന്നും ഈ എന്താ പറയാ BS6 മാത്രം ആക്കി ഇരിക്കല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു പുതിയൊരു മോഡൽ തന്നെ ഇപ്പൊ സമയം കിട്ടില്ല. ശരിയാ, തിരക്കാണ് സംഭവം. ഒരു 10-20 വണ്ടിയോളം ഞാൻ വന്നിട്ട് വിളിച്ചിട്ട് പോലും ഞാൻ പറഞ്ഞു വണ്ടി എടുത്തിട്ട് കാര്യമില്ലല്ലോ. സംഭവം ശരിയാ. ഈ സ്കേർട്ടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ അടുത്ത് 2 മോഡലേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോഡലുകൾ കണ്ടുപിടിക്കുന്ന സമയം കഴിഞ്ഞു അറിയോ? എന്നിട്ട് വേണം MVD എന്റെ വണ്ടി കൊണ്ടുപോകാനല്ലടാ. പിന്നെ ഈ വണ്ടി ഇനിയിപ്പോ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇവന്റെ പരിപാടി, മനസ്സിലായോ? അത് നടക്കില്ല മോനെ. ഇതില് ഇക്ക പറയണത് ആകെ 6 ലൈറ്റ് ഇക്ക ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. 3 ഹോൺ മെഗാസോണിക് ഹോൺ 3 വേണമല്ലോ. സംഭവം ശരിയാണ്. അതൊന്നുമില്ല കേട്ടോ, അതൊന്നുമില്ല ഇക്ക, അത് വേണ്ടല്ലോ, അതൊന്നും വേണ്ട. ഏറ്റവും സാധനം പോലീസ് പിടിക്കുന്ന ഒരു പണി ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കണില്ല. നിങ്ങളല്ലേ ഞങ്ങളെ നിർബന്ധിക്കുന്ന ആൾക്കാര്, നിങ്ങളെന്നെ മാറി പറയുന്നത്. ഇക്ക ഇപ്പൊ നോക്കി എന്ത് പറഞ്ഞാലും ഏറ്റവും സാധനം കുറ്റക്കാരൻ ഞാനാവും. ചേട്ടാ നമ്മുടെ വണ്ടിക്ക് അധികം ലൈറ്റ് വേണ്ടല്ലോ. നിങ്ങളുടെ വണ്ടി വൃത്തിയാണെങ്കിൽ ആ പെയിന്റ് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഏത് ഗ്രേ കളറാ? അതുകൊണ്ട് കാര്യമില്ല. നീ ആ പോർഷ കണ്ടപ്പോ എന്നിട്ട് ബെസ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞിട്ട് ആ കളർ ഞാൻ കാണിച്ചു തന്നപ്പോ ഗതികേടുകൊണ്ട് പറയില്ല. ചെവി
ഞാൻ ഏത് വണ്ടി റോട്ടിൽ കണ്ടാലും അപ്പൊ തന്നെ ഇന്നിപ്പോ ഞങ്ങൾ രാവിലെ മുതൽ കറക്കായിരുന്നല്ലോ റോട്ടിൽ ഗ്രേ കളർ വണ്ടി പോർഷ കണ്ടു, പിന്നെ ഏതായിരുന്നു കണ്ടത് നമ്മൾ ഒരു സ്കോർപിയോ കാണിച്ചു കൊടുത്തു. അപ്പൊ ഒക്കെ എന്നിട്ട് നന്നായി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയാ ഗതികേടും കൊണ്ട് പറയണം. പക്ഷെ എന്റെ ലിബിൻ മോൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു ബെസ്റ്റ് ആണ്. കട്ട് ചെയ്യണോ വന്നു ദൈവമേ, കട്ട് ചെയ്യണം പറഞ്ഞിട്ട്. അപ്പൊ ഗ്രേ കളർ ബെസ്റ്റ് കളഞ്ഞൂല ദൈവം. ഇക്ക മനസ്സിലായില്ല എന്താന്നുള്ളത്, അതാണ്. അപ്പൊ നിലവില് ഇതിന്റെ പ്രശ്നം എന്താ പറയാ, ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ആൾക്കാർ കൂടിയാലേ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്ത കൊണ്ടുവന്ന പിന്നെ ക്യാഷിനെട്ട് വേണം, ഇവിടുത്തെ ക്യാഷിനെട്ട് വേണം, കേരളത്തിലെ വേണം. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നല്ല സൂപ്പർ അണ്ടി, പുറത്തെ അണ്ടിയുടെ ഇറക്കുമതിയോടുകൂടി ഇവിടുത്തെ അണ്ടിയുടെ ഡിമാൻഡ് പോയി. ഇക്കറിഞ്ഞോ ഞങ്ങള് കാഷ്നട്ടിന്റെ പരിപാടി തുടങ്ങാൻ പോവാ. അണ്ടി ബിസിനസ്. അതെ അതല്ലേ ഇവരിപ്പോ പറഞ്ഞത്, അതാണ് ഇവനും പറഞ്ഞത്. പെട്ടെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കേ. ഏത് അണ്ടി കേസിലോ? ഇല്ലില്ല, അത് ക്രെയിനിൽ എടുത്ത് വെക്കാൻ വണ്ടിയൊക്കെ വലിയ ഇല്ലില്ല കളഞ്ഞു. ഇത് പരിപാടി ഇത് ശരിക്കും വറുത്തത് വേണം, വറക്കാത്തത് വേണ്ട. എനിക്ക് വേണ്ട കശുവണ്ടി. ഇത് മാട്ടുപ്പെട്ടി മച്ചാൻ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. ഈശോ ഇക്കാന്റെ വാച്ച് പുതിയതാന്നുണ്ട്, അത് കാണിക്കാൻ വേണ്ടിട്ടാ. കണ്ടില്ലേ? ഇക്കാന്റെ 25,000 രൂപയുടെ വാച്ചാണ് ഇവിടെ. ഇത് തട്ടാൻ നോക്കിയിരിക്കാൻ ഇത് കാണിക്കാൻ വേണ്ടിട്ട്. അതെ, ഭാരത് ബെൻസിനെ കുറിച്ചാണോ? ഭാരത് ബെൻസിനെ കുറിച്ചല്ലേ വണ്ടി എടുത്തത്? ഒരു ഓൾഡ് ട്രിപ്പ് അടിക്കാനും സുഖകരമായി യാത്ര ചെയ്യാനും. ഒരു മാസമുള്ള ഈ വണ്ടി വിൽക്കുക എന്നുള്ള വാർത്ത പോടാ, നീ നോക്കിയോ പൊളിക്കില്ലേക്ക. പിന്നെ അല്ല, ഇന്ത്യയുടെ ഏത് ഭാഗത്തൂടെ സഞ്ചരിച്ചാലും അപ്പം പറയും അതൊക്കെ മാറും. നീ നിന്റെ ഐഡിയ പറഞ്ഞ കുറച്ച് ഇക്കത് ശരിയാക്കില്ലേ? അയ്യോ പൊട്ടിക്കണ്ട, കാരണം ഇനി എങ്ങാനും പോയാൽ ഒരെണ്ണം പൊളിച്ചതിന്റെ ആവേശം തെറി കേട്ട് നമ്മൾ മടുത്തിട്ടില്ലേ? ഇക്കയ്ക്ക് അത് കേട്ടത് ഓർമ്മയുണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് മാറ്റിയതാട്ടോ, അത് മാറ്റാൻ ഇനിയും പറയരുത്. ബോഡിയുടെ ഷേപ്പൊക്കെ അങ്ങനെ നോക്കി പറയാൻ കിട്ടും. ശരി, ഇക്ക് അർജന്റായിട്ട് ഒരു ഫോൺ വന്ന് പോവാണ്. എന്താ ഇവിടെ നിന്ന് പൈസ കിട്ടാനുള്ളൊരു ചെറിയ ഐഡിയ ഉണ്ട്. ആണോ? അപ്പൊ നീ പറയണ ബോഡിക്ക് ഷേപ്പില്ലാന്നാ? അതെ, ബോഡിക്ക് ഷേപ്പില്ലാന്നല്ലേ. ഞാൻ 3 ബോഡി ജോക്കിയുടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. ആ ബോഡി ഞാൻ ഇനി ഇടിപ്പിക്കും. എടാ ബെല്ലടിച്ചോണ്ടിരിക്കണേ, മണി അടിച്ച് കൂട്ടിമുട്ടണമെന്ന് വിചാരിക്കും വല്ലതും. അപ്പോൾ നിലവിൽ ഇനിയിപ്പോൾ നമ്മുടെ ഗ്രില്ലും ഇരിക്കുന്നുണ്ട്, അതേപോലെ ബോണറ്റ് സാധനങ്ങൾ, കൗളർ. ഇനിയിപ്പോൾ ഈ സാധനമൊക്കെ അയച്ചു വെച്ചത് അടുത്ത ദിവസം വീണ്ടും പൊട്ടിയിട്ട് കാര്യങ്ങൾ ഓക്കെ ആക്കും. ഇക്കയ്ക്ക് ഒരു ഫോൺ വന്നിട്ട് പോയി. അപ്പോൾ നമുക്കും ഇന്നത്തെ വിശേഷം അവസാനിപ്പിക്കാം. നമുക്ക് ഗോവയിലെ അണ്ടിയാണ് എടുക്കുന്നത്, അതായത് കേരളത്തിലെ അണ്ടിയാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് ആദ്യം പറയണം. ഗോവയിലെ അണ്ടിക്കാണെങ്കിൽ പറങ്ങാണ്ടി ഗോവ എന്ന് പറഞ്ഞ സമയത്ത് പോർച്ചുഗീസുകാർ വന്ന 2 സ്ഥലമാണ്, ഒന്ന് കേരളം, ഒന്ന് ഗോവ. ഈ പറങ്ങാണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 2 സ്ഥലത്തും ഈ പറങ്ങാണ്ടി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിക്കണം. ലാപ്ടോപ്പ് കൊണ്ടുവരാം ഗൈസ്. ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. അണ്ടിക്കഥ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ബിസിനസ് വണ്ടി വണ്ടി വാങ്ങി എന്നെ വേണമെങ്കിലും കയറ്റാം. ഇപ്പൊ നിലവിൽ ഞാൻ എന്താ എന്റെ ഫേസ്ബുക്ക് ഉണ്ടല്ലോ, അതൊന്ന് കറക്റ്റ് ശരിയാക്കി തരാം. ഈശോയെ, എബിൻ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ് എടുത്തോണ്ടാ വന്നേക്കണേ. ലാപ്ടോപ്പ് എടുത്ത് സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനിയിപ്പോ ഫസ്റ്റ് തന്നെ എബിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ലാപ്ടോപ്പ് കൊടുക്കട്ടെ. ആ സാധനങ്ങൾ മുഴുവൻ സെറ്റ് ചെയ്തിട്ട് എന്റെ മോണിറ്റൈസേഷനും ആയിട്ടില്ല ഫേസ്ബുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ശരിയാക്കണം. അതുപോലെ വീഡിയോ എനിക്ക് 10 മിനിറ്റ് കൂടുതൽ ആയിട്ടുള്ള വീഡിയോ ഇടാൻ പറ്റണില്ല. പിന്നെ അതുപോലെ തംബ്നെയിൽസ് മാറ്റാൻ പറ്റണില്ല. അപ്പോൾ ആ കാര്യത്തിനൊക്കെ ഞാൻ ആദ്യം ഫോണിലാണ് ചെയ്തായിരുന്നു. ഫോണിൽ ഇതൊന്നും ശരിയാവില്ല. അപ്പോൾ ലാപ്ടോപ്പ് കൊണ്ടുവന്നിട്ട് അതിലിട്ടിട്ട് സാധനങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതൊന്നും ഞാൻ ശരിയാക്കിയിട്ട് ആദ്യം. ഇതിപ്പോൾ മറ്റേ ഇതിൽ പറഞ്ഞ പോലെ ആ ചെറിയ സ്പെൻഡറിന് ഇപ്പം ശരിയാക്കി തരാൻ അറിയില്ല. എല്ലാവരും മാറി ഇപ്പം ശരിയാക്കി തരാം എന്ന് പറയണുള്ളൂ. അപ്പോൾ ഇപ്പം ഇതിപ്പം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരം എബിൻ ഇതിപ്പം ശരിയാക്കി തന്നു. പിന്നെ ഇപ്പൊ ലിബിൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാവരും പരീക്ഷ നോക്കിക്കൊണ്ടിരിക്കുക. എന്തോ ഒരു സംഭവം ഫയൽ ട്രാൻസ്ഫർ ആവണില്ല എന്നാണ് പറയുന്നത്. ഫയൽ എങ്ങനെയെങ്കിലും ട്രാൻസ്ഫർ ഏത് ഫോണാണ് വേണ്ടത്. അപ്പൊ ഞങ്ങള് ഇതിലൊന്ന് നോക്കട്ടെ ഒന്നൂടെ. അപ്പൊ ഓക്കെ, ഞങ്ങളും പോവാ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പോവാ, നിങ്ങൾ ഇവിടെ നിൽക്കല്ലേ? അപ്പൊ ഓക്കെ ബൈ.
നിങ്ങൾ കിടക്കാൻ പോകണോ? അപ്പൊ നാളെ കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ് ഗായ്സ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാണ്. ഞാൻ തൃശ്ശൂർക്ക്, എറണാകുളത്തിന്, ഇവര് കാരവാനിലേക്ക്. അപ്പോൾ ഓക്കേടാ, ബൈ കേട്ടോ ലിബിന്. ഓക്കെ ബൈ എന്നാ. ആ ഓക്കെ കേട്ടോ, നാളെ കാണാം. നാളെ കാണുമോ? ആ അപ്പോൾ പോയി നീ കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്കും നാളെ കാണാം.